എല്ലാവർക്കും നമസ്കാരം. താന്ത്രിക വൈദിക പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ വൈശാഖ മാസത്തോടനുബന്ധിച്ചുള്ള ശങ്കരദർശനം വെബിനാർ നടന്നു വരികയാണല്ലോ. ഇന്ന് നിർവാണ ഷഡ്കത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് ശ്രീമതി ഡോക്ടർ ജോത്സന ജി അവരുകളാണ്. ഈ പ്രോഗ്രാമിലേക്കായി പ്രാർത്ഥനയ്ക്കായി ആദ്യം അപർണയെ ക്ഷണിക്കുന്നു. പ്രാർത്ഥന. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതോ വന്ദേ ഭഗവന്തോ പുനഃ പുനഃ. നന്ദി. ഇന്നത്തെ ഈ പ്രഭാഷണത്തിലേക്കായി ഔദ്യോഗികമായി സ്വാഗതം ആശംസിക്കുന്നത് TVSRCയുടെ സെക്രട്ടറിയും ബഹുമാന്യമായ ശ്രീ പ്രകാശ് വ്യാപ്തിമനാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യും. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ TVSRC ഫോം ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 വർഷമായി. കുറച്ച് ഈ ആധ്യാത്മികമായ വിഷയത്തിൽ എല്ലാം ഉള്ള ഒരു അഭിരുചി നിമിത്തം കുറച്ച് ആളുകൾ കൂടി നമ്മൾ ഫോം ചെയ്ത ഈ TVSRC ഇന്ന് 2 വർഷം കൊണ്ട് തന്നെ വളരെയധികം നല്ല പണ്ഡിത സദസ്സുകൾ നടത്തുകയും ആധ്യാത്മികവും മറ്റുള്ള വൈദികവുമായിട്ടുള്ള പല വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും ഡിസ്കസ് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. ഇപ്പം നമ്മളോട് ഇന്ന് നിർവാണ ഷഡ്കം എന്ന വിഷയത്തെക്കുറിച്ച് പ്രഭാഷണം ചെയ്യുന്നതിനായിട്ട് നമ്മോട് കൂടെ വന്നിരിക്കുന്നത് ഡോക്ടർ ജ്യോത്സ്ന ഗംഗാധരൻ ടീച്ചറാണ്. ജ്യോത്സ്ന ടീച്ചറെ നമുക്ക് വളരെ പരിചിതയാണ്. നമ്മുടെ പല പരിപാടികളിലും നേരത്തെ തന്നെ വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷമാണെങ്കിലും അതിന് മുന്നേ വർഷമാണെങ്കിലും പല പരിപാടികളിലും നമ്മൾ വന്നിട്ടുണ്ട്, പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കഠോപനിഷത്ത് നമ്മുടെ ഈ വേദിയിൽ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് വന്നിരിക്കുന്നത് ശങ്കരദർശനം എന്നുള്ള വെബിനാറിൻ്റെ ഈ നിർവാണ ഷഡ്കത്തെക്കുറിച്ച് സംസാരിക്കുവാനാണ്. ഞാൻ ടീച്ചറെ ഏതാണ്ട് ഒരു 10 വർഷമായിട്ട് എനിക്കറിയാം. ടീച്ചർ തൃപ്പൂണിത്തുറയിൽ എല്ലാവർക്കും വളരെ സുപരിചിതയാണ്. ഈ ആധ്യാത്മികമായ പല പ്രഭാഷണങ്ങളും ടീച്ചർ നടത്തുന്നുണ്ട്. ഞങ്ങളുടെ ആധ്യാത്മിക ജീവിതത്തിലേക്ക് വെളിച്ചം പരത്തുന്ന അധികം പ്രഭാഷണങ്ങൾ ടീച്ചർ ഞങ്ങൾക്ക് കേൾക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ടീച്ചർ ഇവിടെ നമ്മുടെ ഗവൺമെൻറ് കോളേജിലെ ഗവൺമെൻറ് സംസ്കൃത കോളേജിലെ പ്രൊഫസറാണ്. ബ്രഹ്മാണ്ഡ പുരാണം എന്ന സംസ്കൃത ഗ്രന്ഥം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. ഞാൻ ടീച്ചറോട് എന്നാൽ ഈ പ്രൊഫൈൽ കുറച്ച് വിശദമായിട്ട് പറയാൻ വേണ്ടിയിട്ട് ടീച്ചറോട് ചോദിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞത് അതിലൊന്നും വലിയ കാര്യമില്ല. ഇങ്ങനെയുള്ള ഓരോ എന്തെങ്കിലും പദവിയിലൊന്നും വലിയ കാര്യമില്ല. നിർവാണ ഷഡ്കത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ. അത് ഞാൻ അപ്പം നിർവാണ ഷഡ്കം ഞാൻ എടുത്തു നോക്കി. അതിൽ പറയുന്നുണ്ട്, എനിക്ക് ദ്വേഷമോ രാഗമോ ഇല്ല, എനിക്ക് ലോഭമോ മോഹമോ ഇല്ല, എനിക്ക് മതമില്ല, മത്സരമില്ല, ധർമ്മമില്ല, അധർമ്മവുമില്ല, കാമവുമില്ല, മോക്ഷവുമില്ല, ബോധാനന്ദ സ്വരൂപനായ പരമാത്മാവാണ് ഞാൻ. ടീച്ചർ പറയുന്ന കാര്യങ്ങൾ സ്വന്തം ജീവിതത്തിലും കൂടി പകർത്തുന്ന ഒരു വ്യക്തിയാണ് എന്നും കൂടി പറയാനാണ് ഞാൻ ഇത് പറഞ്ഞത്. അപ്പോൾ നിർവാണ ഷഡ്കത്തെക്കുറിച്ച് ഇനിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ടീച്ചർ നമ്മളോട് പറയും. ഈ വേദിയിലേക്ക് ഞാൻ ടീച്ചറെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളെല്ലാവരും ടീച്ചറുടെ വാക്കുകൾ കേൾക്കാനായിട്ട് കാതോർത്ത് ഇരിക്കുകയാണ്. പിന്നെ
രണ്ടാമതായിട്ട് നമ്മുടെ TVSRCയുടെ ഈ എല്ലാ പ്രവൃത്തികളിലും അത് കൂടെ നിൽക്കുന്ന ഇതിൻ്റെ എല്ലാം കാരണഭൂതൻ എന്ന് തന്നെ പറയാവുന്ന ഒരു നിമിത്തമായിട്ടുള്ള ശ്രീരാമേട്ടനും, അതായത് ഇവിടെ ഞങ്ങളുടെ മാനേജിങ് ട്രസ്റ്റിയാണ്, അദ്ദേഹത്തിനും നാരായണേട്ടനുണ്ട്, നാരായണേട്ടൻ സെക്രട്ടറിയാണ്, പിന്നെ ഹരിയേട്ടൻ, ഇവർ 3 പേരാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടത്തുന്നത്. അവർക്കും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം പറയുന്നു. പിന്നെ ഈ പ്രാർത്ഥന ചൊല്ലുവാനായി എത്തിയിരിക്കുന്ന അപർണയാണ്. അപർണയുടെ പ്രാർത്ഥനയാണ് നമ്മൾ കേട്ടത്. അപർണയ്ക്കും അധ്യക്ഷനായിരിക്കുന്ന മനോജിനും നന്ദി പറയാനായിട്ട് എത്തിയിരിക്കുന്ന ശ്രീജിത്തിനും കോർഡിനേറ്ററായ ഹിതേഷ് പത്തീലിനും ഞാൻ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ മഹത് വ്യക്തികൾക്കും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾക്ക് ഇനി ജോസ്ന ടീച്ചറുടെ വാക്കുകൾ കേൾക്കാം. നമസ്കാരം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. സുരാസുരാസേവിതപാദപങ്കജ കരേ വിരാജത്കമനീയപുസ്തകാ വിരിഞ്ച പത്നീ കമലാസനസ്ഥിത സരസ്വതീ നൃത്യതു വാചി മേ സദാ. യോന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധര സ്വധാംനാ. അന്യാംശ്ച ഹസ്തചരണശ്രവണത്വജാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. എല്ലാവർക്കും എൻ്റെ വളരെ വിനീതമായ നമസ്കാരം. ആധ്യാത്മികമായ ചിന്തകളിൽ 2 തരത്തിലുള്ള ചിന്തകളാണ് നമ്മൾ എപ്പോഴും കാണാറുള്ളത്. ഒന്ന് ഒരു മുക്തന്റെ അനുഭൂതി, രണ്ടാമത്തേത് മുക്തി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ ഒരു മാർഗം. ഇങ്ങനെ 2 തരത്തിലാണ് നമ്മളോട് എപ്പോഴും ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ സംസാരിക്കാറുള്ളത്. തന്നെയല്ല അവിടെ തന്നെ നമുക്ക് ഒരേ സമയത്ത് പരിമിതമായി ഈ ലോകത്ത് കാണുന്ന എല്ലാ സാധനങ്ങളും ഞാനാണ് എന്ന് പറയുന്നത് പോലെ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യാംശവും ഞാനാണ് എന്ന് പറയുന്നത് കോൺട്രഡിക്ഷൻ നമുക്ക് ഉള്ളതുപോലെ നമുക്ക് ചിലപ്പം അനുഭവപ്പെടാം. പക്ഷെ അതിൽ ഒരിക്കലും ശരിയായ ദിശയിൽ വേദാന്തത്തെ ഉൾക്കൊണ്ടിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് അതിൽ യാതൊരു കോൺട്രഡിക്ഷനും ഇല്ലാതെ നമുക്കതിനെ സ്വാംശീകരിക്കാൻ സാധിക്കും. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നിയ ഒരു അംശം എന്ന് പറയുന്നത്, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന നിർവാണ ഷട്കം എന്ന് പറയുന്ന ഒരു കൃതി, നിർവാണം പ്രാപിച്ചിരിക്കുന്ന ഒരു ഋഷിയുടെ അനുഭൂതിയാണ്. ആചാര്യസ്വാമികൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് എന്തിനു വേണ്ടി ഒരു സാധാരണക്കാരനോട് സംസാരിക്കുന്നു, സാധാരണക്കാരായിട്ടുള്ളവരോട് എന്തിന് ഈ മുക്തന്റെ അവസ്ഥാവിശേഷത്തെ കുറിച്ച് സംസാരിക്കുന്നത് എന്തിനു വേണ്ടിയായിരിക്കും എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷെ നമുക്കിത് മനനം ചെയ്തുകൊണ്ട്, ഇത് മനസ്സിലാക്കിക്കൊണ്ട്, ഇതിനെ ഹൃദയത്തിലേക്ക് ആവാഹിച്ചുകൊണ്ട് ആ രീതിയിൽ അല്പമെങ്കിലും ഒരു ചിന്ത ഏതെങ്കിലും ഒരു സമയത്ത് നമ്മളുടെ ആരാധനാ സമ്പ്രദായത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് കടക്കുകയാണെങ്കിൽ അതിന് മനനം ചെയ്യാനുള്ള ഒരു കൃതി എന്ന നിലയിൽ തന്നെയല്ല, വളരെ ഇന്ദ്രിയങ്ങളെ എപ്പോഴും പുറത്തേക്ക് തുറന്നു വെക്കുന്ന മനുഷ്യന് ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ഇന്ദ്രിയങ്ങളെ അകത്തേക്ക് സന്നിവേശിപ്പിക്കാൻ ഉള്ള ഒരാഗ്രഹം തോന്നുകയാണെങ്കിൽ, അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകുന്ന സമയത്ത്
അയാളുടെ അനുഭൂതിയെ ഉണർത്താൻ വേണ്ടി ആചാര്യസ്വാമികൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരു മഹത്തായ രത്നമാണ് ഈ 6 ശ്ലോകങ്ങൾ എന്ന് എനിക്ക് തോന്നാറുണ്ട്. അതായത് എന്താന്ന് ചോദിച്ചാൽ, എന്തൊക്കെ നാം നോക്കിയും കണ്ടും നിരീക്ഷിച്ചും ഒക്കെ മനസ്സിലാക്കിയാലും നോക്കാനും കാണാനും വയ്യാത്തതാണ് മനുഷ്യ ജീവിതത്തിന്റെ പരമാർത്ഥങ്ങൾ എന്ന് പറയുന്നത്. എന്തിന് ജനിക്കുന്നു, എന്തിന് നമ്മൾ മരിക്കുന്നു, ആരാണ് ഞാൻ, അതായത് എന്നൊക്കെ ഉള്ളതിന്റെ ഉത്തരം ഇന്നും നമ്മളെ സംബന്ധിച്ച്, ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് അതൊരു പ്രഹേളികയാണ്. പക്ഷെ ആധ്യാത്മിക ശാസ്ത്രം ഇതേക്കുറിച്ച് ചിന്തിക്കാൻ ഒട്ടേറെ സന്ദർഭങ്ങൾ നമ്മുടെ മുമ്പിൽ നിരത്തി വെക്കാറുണ്ട്. അതൊരു പക്ഷേ യുദ്ധഭൂമിയിലൂടെ ആവാം, അല്ലെങ്കിൽ ഗുരുശിഷ്യ സംവാദത്തിലൂടെ ആവാം, അല്ലെങ്കിൽ മഹാന്മാരായ ഗുരുവര്യന്മാരുടെ ജീവിതത്തിലൂടെയും കഥകളിലൂടെയും ആവാം, അല്ലെങ്കിൽ ഉപനിഷത്തൊക്കെ പറയുന്നത് പോലെ കുഞ്ഞുകുട്ടിയും യമനും തമ്മിലുള്ള സംവാദങ്ങളിലൂടെ ആവാം. ഇങ്ങനെയൊക്കെ പലതരം ഉപനിഷത്ത് പലതരത്തിൽ അതിനെ അവതരിപ്പിക്കുന്നു. ഇങ്ങനെ ആധ്യാത്മിക ദർശനം കൊണ്ട് നിരത്തി വെച്ചിട്ടുള്ള ഒരു ചിന്ത അന്നും ഇന്നും മനുഷ്യന് നൽകുന്ന ഒരു പരമാശ്വാസം എന്ന് പറയുന്നത് അത് വളരെ വളരെ വലുതാണ് എന്ന് തോന്നാറുണ്ട്. ഇനിയും കാലം കഴിഞ്ഞ് നമ്മൾ പരിഷ്കാരത്തിന്റെ ഒക്കെ പേര് പറഞ്ഞുകൊണ്ട് ലോകം അധപ്പതിച്ചാലും, ഇനി അതെല്ലാം കൂടുതൽ നന്മയിലേക്ക് ഉയർന്നാലും, ഈ ദർശനം ഏത് സമയത്തും സഫലമാവുകയും പ്രസക്തമാവുകയും ചെയ്യും എന്നുള്ളതാണ് ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് ആദ്യം സന്നിവേശിക്കേണ്ട ഒരു വിഷയം എന്ന് തോന്നുന്നു. ഇതിലാദ്യം അന്തർമുഖമായി മനസ്സിനെ ഏകാഗ്രത നേടുക എന്നുള്ളതാണ് വസ്തുദർശനത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധി എന്ന് പറയുന്നത്. അതായത് അവലംബമൊന്നുമില്ലാതെ അന്തർമുഖമായി ഏകാഗ്രപ്പെടാൻ ലോകവിരക്തി വന്ന് ശുദ്ധമായ ഒരു മനസ്സിന് മാത്രമേ സാധിക്കുകയുള്ളൂ. മനസ്സിന്റെ ഒരു ക്രമം നമ്മൾ എടുത്തു നോക്കിയാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ജീവിതത്തിലെ എല്ലാ സഫലമായിട്ടുള്ള ഒരു ദുഃഖനിവൃത്തിക്കും കാരണമാകുന്നത് അന്തർമുഖമായി ഏകാഗ്രപ്പെടുന്ന ശുദ്ധമായ മനസ്സാണ്. ആ മനസ്സിന്റെ ശുദ്ധമായ മനസ്സുണ്ടാകാൻ വേണ്ടിയാണ് എല്ലാ ആരാധനാ സമ്പ്രദായം, ഭക്തി മുതലുള്ള എല്ലാ ആരാധനാ സമ്പ്രദായങ്ങളും അതിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ശുദ്ധമായ മനസ്സുണ്ടാകാൻ നമ്മൾ എന്ത് ചെയ്യണം? അതായത് അത്രയ്ക്ക് വിരക്തിയും ശുദ്ധിയും ഉണ്ടാകുന്നത് വരെ ഇഷ്ടദേവതാ രൂപത്തിൽ ഏതെങ്കിലും പ്രതീകത്തെ ധ്യാനിച്ചുകൊണ്ട് ചിത്തശുദ്ധി നമ്മൾ നേടേണ്ടതാണ്. മെത്തൂരിനെ പോലെയുള്ളവർ പറയും, ചിത്താർദ്രീഭാവം ഉച്ചൈർവപുഷിച പുളകം ഹർഷബാഷ്പം ചഹിത്വാ ചിത്തം ശുദ്ധേത് കഥം വാ കിമു ബഹുതപസാ വിദ്യയാ വീതഭദ്രേ. അതായത് ചിത്തത്തിന്റെ ആർദ്രീഭാവമില്ലാതെ, ഓരോ രോമകൂപങ്ങളും ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കാതെ, ഉച്ചേർവപുഷിച പുളകം ഹർഷബാഷ്പം ആനന്ദ കണ്ണീരിങ്ങനെ ധാരധാരയായിട്ട് ഒഴുകാതെ എങ്ങനെയാണ് മനസ്സിന് ശുദ്ധി ഉണ്ടാകുന്നത്? അതായത് ഭഗവാനെ എന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാ പ്രയാസങ്ങളെയും അങ്ങോട്ട് സമർപ്പിച്ചുകൊണ്ട് ഭഗവാനിൽ അലിഞ്ഞു ചേരാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാകുമ്പോഴാണ് ചിത്തശുദ്ധി എന്ന് പറയുന്ന കാര്യത്തിലേക്ക് നമ്മൾ കടക്കുന്നത്. അതുകൊണ്ടാണ് ഇഷ്ടദേവതാ രൂപത്തിൽ ഏതെങ്കിലും ഒരു പ്രതീകത്തെ ധ്യാനിച്ചുകൊണ്ട് ചിത്തശുദ്ധി ആദ്യം നേടേണ്ടതാണ്. മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന കർമാനുഷ്ഠാനത്തിന്റെയും ഫലം അത് തന്നെയാണ്. ചിത്തസ്യ ശുദ്ധയെ കർമ്മ നതു വസ്തുപലബ്ധയെ. എന്തെങ്കിലും ഒരു സാധനം കിട്ടാൻ വേണ്ടിയിട്ടല്ല കർമ്മം ചെയ്യുന്നത്, മറിച്ച് ചിത്തശുദ്ധിക്ക് വേണ്ടിയാണ് കർമ്മം ചെയ്യുന്നത്. ചിത്തശുദ്ധിക്ക് കർമ്മം ചെയ്യണമെങ്കിൽ കായേന മനസാ വാച ഇന്ദ്രിയൈഹി ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവൻ ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മമായിരിക്കണം, അല്ലെ? ഭഗവാൻ പോലും പറഞ്ഞു തന്ന യത് കരോഷി യത് അസ്നാസി യത് ജുഹോഷി ദദാസി യത് തപസ്യസി കൗന്തേയ എന്നാണ് ഭഗവാൻ തന്നെ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നീ ചെയ്യുന്നതും നീ ഭക്ഷിക്കുന്നതും എന്താണ്, യത് കരോഷി യത് അസ്നാസി യത് ജുഹോഷി, നീ എന്ത് ഹോമിക്കുന്നുവോ, ദദാസി യത് നീ എന്ത് ദാനം ചെയ്യുന്നുവോ അതെല്ലാം എനിക്ക് സമർപ്പിക്കും. അല്ലാണ്ട് രത്നവും മറ്റതും അതും ഇതൊന്നും കൊണ്ടു തന്നിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്ന് ഭഗവാൻ പറയും. അപ്പൊ അങ്ങനെയുള്ള ഒരു കർമ്മം ചെയ്തുകൊണ്ടോ ചിത്തശുദ്ധി നേടിയതിനു ശേഷം ഒന്നുകിൽ ദേവനെ ധ്യാനിക്കാം,
അല്ലെങ്കിൽ പ്രണവത്തെ ധ്യാനിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രതീകം ഈശ്വര ഭാവനയോടുകൂടി ഉപാസിച്ച് ധ്യാനിക്കാം. അപ്പൊ പ്രതീക ധ്യാനത്തിന്റെ ഏറ്റവും ഉദാത്തമായ മാതൃകയാണ് വിശ്വരൂപ ഉപാസന എന്ന് പറയുന്നത്. ജഗത്ത് മുഴുവൻ ഭഗവാന്റെ ദേഹാവയവങ്ങളായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ഉപാസിക്കുന്നത് വിരാട് രൂപോപാസന പോലെയുള്ള വിശ്വരൂപോപാസന എന്ന് പറയുന്നത്. ഇത് ഒരു മാർഗം. രണ്ടാമത്തെ മാർഗം നിർഗുണ ധ്യാനമാണ്. അതായത് കുട്ടിക്കാലത്ത് തന്നെ വിരക്തിയും ശുദ്ധിയും വന്നവർക്ക് ആദ്യമേ നിർഗുണോപാസന പരിശീലിക്കാം. തീർച്ചയായിട്ടും ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. വിരക്തിയും ശുദ്ധിയും വന്നിട്ടുള്ളവർക്ക് മാത്രമേ ഈ നിർഗുണോപാസന ഫലിക്കുക. അല്ലാത്തവർക്കത് അത്ര പെട്ടെന്ന് ആദ്യഘട്ടത്തിലൊന്നും ഫലിച്ചുകൊള്ളണം എന്നില്ല. അതായത് അല്ലെങ്കിൽ സങ്കല്പ നിരോധം എന്ന് പറയുന്ന യോഗത്തെ അഭ്യസിച്ചുകൊണ്ട് നൈർഗുണ്യത്തെ നമുക്ക് കൈവരിക്കാൻ സാധിക്കും. ഇങ്ങനെ പ്രയോഗ തലത്തിലുള്ള അല്പാൽപമായ വ്യത്യാസങ്ങളെ വിചാരമാർഗത്തിനും യോഗമാർഗത്തിനും ഒക്കെ തമ്മിലുള്ളൂ. കാര്യത്തിൽ ഇവ രണ്ടും ഒന്ന് തന്നെയാണ്. ഏതായാലും ഇന്ന് നാം സമീപിക്കാൻ പോകുന്ന, വിചാരിക്കാൻ പോകുന്ന ഈ ഒരു നിർവാണ ഷട്കം ഇങ്ങനെ ഒരു കുട്ടിക്ക്, അതായത് ചെറുപ്പത്തിൽ തന്നെ വിരക്തനായ ഒരു കുട്ടിക്ക് താൻ ആരാണ് എന്ന് ലോകത്തോട് പങ്കുവെക്കാനുണ്ടായിരുന്ന ഒരു കാര്യമാണ്. ഒരാൾ എത്ര വർഷം ജീവിക്കുന്നു എന്നതിലല്ല, മറിച്ച് അയാള് ജീവിച്ച കാലത്ത് അയാളുടെ ഈ ശരീരം ലോകത്തിന് ഏതു തരത്തിൽ പ്രയോജനപ്പെടുന്നു എന്നുള്ളതിലാണല്ലോ കാര്യം. അപ്പൊ ആചാര്യസ്വാമികളെ സംബന്ധിച്ച് 32 വയസ്സുവരെ മാത്രം ജീവിച്ച ആ മഹാനുഭാവന്റെ കൃതികൾ ഇന്നും നമ്മൾ ഇത്രയും പേർ കേൾക്കുന്നു, ഇത്രയും പേർ അതിനെക്കുറിച്ച് ആലോചിക്കുന്നു. ഇതിലും അധികം ആളുകൾ ശാസ്ത്രാവബോധം അദ്ദേഹത്തിന്റെ വാക്കുകൾ വിചാരം ചെയ്തുകൊണ്ട് സമ്പാദിക്കുന്നു. മനുഷ്യ മനസ്സിനെ പിടിച്ചു കുലുക്കിയ ആ വിചാരധാര ഇന്നും പ്രസക്തമാകുന്നു എന്നുള്ളത് സഫലമായ ആ ജീവിതത്തിന്റെ ഏറ്റവും അമൂല്യമായ സംഭാവനയാണ് എന്ന് പറയണം. നിർവാണ ഷട്കം എന്ന ഈ കൃതി 6 ശ്ലോകങ്ങളിലായിട്ട് അദ്വൈത അനുഭൂതിയെയാണ് വിവരിക്കുന്നത്. അതായത് അദ്വൈത സിദ്ധാന്തത്തിന്റെ പ്രാഥമിക തത്വങ്ങളെ വളരെ ചുരുക്കി ഇവിടെ പ്രതിപാദിക്കുന്നു. ആത്മാഷ്ടകം, നിർവാണാഷ്ടകം എന്നൊക്കെ, ആത്മഷട്കം, അഷ്ടകല്ല, ആത്മഷട്കം അല്ലെങ്കിൽ നിർവാണ ഷട്കം എന്നൊക്കെ ഈ കൃതി അറിയപ്പെടുന്നു. ആത്മാവ്, ആത്മാ എന്ന് പറഞ്ഞാൽ നമ്മളുടെ തന്നെ ട്രൂ സെൽഫ് എന്ന് ഇംഗ്ലീഷിൽ വേണമെങ്കിൽ പറയാം. നിർവാണം എന്ന് പറഞ്ഞാൽ മോക്ഷം എന്നർത്ഥം. അതായത് മുക്തി, കൈവല്യ, നിർവാണ, ശ്രേയോ നിശ്രേയസാമൃതം എന്ന് ഇതൊക്കെ ഇതിന്റെ പര്യായങ്ങളാണ്. അതായത് മുക്തി, കൈവല്യം, നിർവാണം, ശ്രേയസ്, നിശ്രേയസ്, അമൃതം, ഇതൊക്കെ ഈ ഒരു പദത്തിന്റെ പര്യായ പദങ്ങളാണ്. അതായത് എന്താണ്, ഷട്കം എന്ന് പറഞ്ഞാൽ 6 എണ്ണം എന്നർത്ഥം. അതായത് 6 എണ്ണത്തിന്റെ ഒരു 6 എണ്ണം അടങ്ങിയിട്ടുള്ളത്. 6 ശ്ലോകങ്ങളിൽ നിർവാണത്തെ പറഞ്ഞിരിക്കുന്നു. അതായത് ധ്യാനിക്കാൻ, അല്ലെങ്കിൽ ധ്യാന പുരോഗതി കൈവരിക്കാൻ, അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം നേടാൻ ഒക്കെ ഈ ശ്ലോകങ്ങൾ വളരെയധികം ഉപകാരപ്രദമാണ് എന്ന് നമുക്കിത് വായിക്കുമ്പം മനസ്സിലാവും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം തന്നെ പറയപ്പെടുന്ന ഒരു കഥ, ആദിശങ്കരാചാര്യർ എന്ന് നാം വിളിക്കുന്ന ഒരു 8 വയസ്സുള്ള കുട്ടി നർമ്മദാ തീരത്തെ ഗുരുവിനെ അന്വേഷിച്ച് അലഞ്ഞു നടക്കുന്ന സമയത്ത് ഗോവിന്ദ ഭഗവത് പാദരെ കണ്ടുമുട്ടി. അദ്ദേഹം ചോദിച്ചു, കസ്ത്വം എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞ മറുപടിയാണ് ഈ 6 ശ്ലോകങ്ങൾ എന്നാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞു കേൾക്കുന്നത്. അതിനുശേഷം ആചാര്യസ്വാമികളെ ഭഗവത് പാദർ ശിഷ്യനായിട്ട് സ്വീകരിച്ചു അത്രേ. ഏതായാലും ഈ ഉത്തരത്തിലെ, അതായത് കസ്ത്വം എന്ന് ചോദിച്ച ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിലെ 1ാമത്തെ ശ്ലോകം, അതാണ് നിർവാണ ഷട്കം എന്ന് പറയുന്നത്. അതിൽ 1ാമത്തെ ശ്ലോകം ഇതാണ്: മനോബുദ്ധ്യഹങ്കാര ചിത്താനിനാഹം ന ച ശ്രോത്രജിഹ്വേ ന ച ഘ്രാണനേത്രേ ന ച തേജോ ന വായു ചിദാനന്ദരൂപഃ ശിവോഹം ശിവോഹം.
ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ഇതാണ് ഇതിന്റെ ഒന്നാമത്തെ ശ്ലോകം. ഞാൻ മനോബുദ്ധി അഹങ്കാര ചിത്താനി നാഹം. അത്ര സിമ്പിളായ സംസ്കൃതമാണ്, വലിയ കോംപ്ലിക്കേഷൻ ഒന്നും ഇതിനകത്തില്ല. മനസ്സല്ല ഞാൻ, ബുദ്ധിയല്ല ഞാൻ, അഹങ്കാരമല്ല ഞാൻ, ചിത്തമല്ല ഞാൻ. അതായത് പിന്നെയോ ശ്രോത്രജിഹ്വേ, ഞാൻ ശ്രോത്രമല്ല, അതായത് ഞാൻ ചെവിയല്ല. ജിഹ്വേ, ജിഹ്വ എന്ന് പറഞ്ഞാൽ നാക്കല്ല. പിന്നെയോ ഘ്രാണനേത്രേ, ഞാൻ മൂക്കുമല്ല കണ്ണുമല്ല. പിന്നെയോ വ്യോമഭൂമി, വ്യോമഭൂമി, അതായത് ഞാൻ വ്യോമമല്ല, അതായത് ആകാശമല്ല, ഞാൻ ഭൂമിയല്ല. തേജോ വായു, ഞാൻ തേജസ് അല്ല, ഞാൻ വായുവല്ല. പിന്നെ ഞാൻ ആരാണ്? സച്ചിദാനന്ദ സ്വരൂപമായ ശിവനാണ് ഞാൻ. ഇതാണ് ഇതിന്റെ അർത്ഥം. ഈ ശ്ലോകത്തിന്റെ അർത്ഥം ഇതാണ്. ഞാൻ മനസ്സല്ല, ഞാൻ ബുദ്ധിയല്ല, ഞാൻ അഹങ്കാരമല്ല, ഞാൻ ചിത്തമല്ല, ഞാൻ ചെവിയല്ല, ഞാൻ നാക്കല്ല, ഞാൻ മൂക്കല്ല, ഞാൻ കണ്ണല്ല, ഞാൻ ആകാശമല്ല, ഞാൻ ഭൂമിയല്ല, ഞാൻ തേജസ് അല്ല, ഞാൻ വായുവല്ല. പിന്നെ ഞാൻ ആരാണ്? സച്ചിദാനന്ദ രൂപമായ ശിവനാണ് ഞാൻ. അതായത് ഇവിടെ ആദ്യം പറയുന്ന സാധനങ്ങൾ എന്താണ്? മനോബുദ്ധി അഹങ്കാര ചിത്താനി. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് അന്തഃകരണം എന്ന് പറയുന്നത്. മനോബുദ്ധി അഹങ്കാര ചിത്തങ്ങൾ നമ്മുടെ അന്തഃകരണമാണ്. അന്തഃകരണമാണ് സൂക്ഷ്മ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. അതായത് മനസ്സിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ സാധാരണയായിട്ട് ലോകത്ത് മനസ്സും ചിത്തവും പര്യായ പദങ്ങളായിട്ടാണ് ഉപയോഗിക്കാറ്, അല്ലെ? മനസ്സിന്റെ പര്യായമാണ് ചിത്തം എന്നാണ് ഉപയോഗിക്കാറ്. പക്ഷെ അവിടെ രണ്ടും രണ്ടായിട്ട് പറഞ്ഞിരിക്കും. അതിന്റെ കാരണം എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ, മനസ്സ് സംശയാത്മകമാണ്. മനസ്സ് സംശയമാണ് മനസ്സിന്റെ പണി. ബുദ്ധിയോ നിശ്ചയാത്മിക ആണ് ബുദ്ധി. അഹങ്കാരം ഗർവം തന്നെയാണ്. ചിത്തം എന്ന് പറഞ്ഞാൽ സ്മരണമാണ് ചിത്തത്തിന്റെ പണി. അതായത് മനസ്സ് എന്ന് പറയുന്നത് സംശയം ഉളവാക്കുന്നതും ചിത്തം സ്മരണം ഉളവാക്കുന്നതുമാണ്. ഇതാണ് അവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പൊ ഇവയുടെ ജോലി, ഇവയൊക്കെ, അതായത് ഈ പറയുന്ന മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം, ഇതാണ് അന്തഃകരണം എന്ന് പറയുന്നത്. മനുഷ്യന് നമ്മൾ മുമ്പേ പല ഉപനിഷത്ത് ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, അല്ലെ? 3 തരത്തിലുള്ള ശരീരങ്ങളുണ്ട്. സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം. ഈ സ്ഥൂല ശരീരം എന്ന് പറയുന്നത് മജ്ജയും മാംസവും ഒക്കെ അടങ്ങിയ നമ്മളുടെ ഈ നേരെ കാണുന്ന, നമ്മള് പേരിട്ട് വിളിക്കുന്ന ആ സാധനം, മജ്ജയും മാംസവും രക്തവും ഒക്കെ അടങ്ങിയ ഈ സാധനം, അതിനെയാണ് എന്ത് പറയുന്നത്? സ്ഥൂല ശരീരം എന്ന് പറയുന്നത്. സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത് ഈ പറയുന്ന അന്തഃകരണവും ഒക്കെ കൂടിയതാണ്. അതായത് സൂക്ഷ്മ ശരീരത്തിന്റെ പ്രവൃത്തി, അതായത് മനസ്സ് എന്ന് പറയുന്നതിന്റെ പ്രവൃത്തി എന്താണോ നമ്മൾ ഓർമ്മിക്കുന്നത്, എന്താണോ നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നത്, ഇതൊക്കെ നമ്മളുടെ പ്രാണനോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഈ മരിച്ച ഒരു വ്യക്തിയുടെ ജീവിതം, അതായത് ഈ സ്ഥൂല ശരീരം കടന്നുപോയാലും ഇല്ലാതെ ആയാലും, നമ്മൾ ലോകത്ത് മരിച്ചു എന്ന് പറയുന്ന ഈ പ്രക്രിയ നടന്നാലും ഇതിന്റെ കൂട്ടത്തിൽ എന്തുണ്ടായിരിക്കും? എപ്പോഴും സൂക്ഷ്മ ശരീരം ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് അതാണോ ഞാൻ? ചോദിക്കുകയാണ്. ഞാൻ എന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്നത് ഈ അന്തഃകരണത്തെയാണോ? അന്തഃകരണമാണോ ഞാൻ? കാരണം നമ്മളുടെ ചിന്തയും നമ്മളുടെ എല്ലാ സ്മരണവും നിശ്ചയവും ഈ പറയുന്ന ഞാൻ എന്ന് പറയുന്ന അഹങ്കാരവും ഒക്കെ പ്രവർത്തിക്കുന്നത് ഈ അന്തഃകരണത്തിലൂടെയാണ് എങ്കിൽ അന്തഃകരണമാണോ ഞാൻ? അതല്ല എന്ന് ഉറപ്പിക്കുകയാണ്. പിന്നെ രണ്ടാമത്തെ എന്താണ്? എന്നുവെച്ചാൽ ശ്രോത്രജിഹ്വേ എന്നുവെച്ചാൽ ഘ്രാണനേത്രേ. എന്താണ്? ഒരു കുടം നമ്മൾ ഇങ്ങനെ വെക്കുകയാണ്. ഈ കുടത്തിന് ഒരു 6 ഓട്ട ഇട്ടു. കുടത്തിന് 6 ഓട്ട ഇട്ടിട്ട് ആ കുടത്തിനകത്ത് നമ്മൾ ഒരു വിളക്ക് കത്തിച്ചു വെക്കുകയാണ്. അപ്പോൾ ഈ കുടത്തിനകത്ത് കത്തിച്ചു വെച്ച വിളക്ക് പുറത്തോട്ട് ഇട്ടിരിക്കുന്ന ഈ ഓട്ടയിലൂടെ ഈ വിളക്കിന്റെ പ്രകാശം ആ ഓട്ടയിലൂടെ കൃത്യമായിട്ട് അതിന്റെ നേരെയുള്ളതിനെയൊക്കെ അത് പ്രകാശിപ്പിക്കും, അല്ലെ?
അതായത് ഇതിനുള്ളിൽ കത്ത് നിൽക്കുന്ന ഈ വിളക്ക് എന്തിനെ പ്രകാശിപ്പിക്കും? ഈ ഓട്ടയിലൂടെ അതിന്റെ നേരെ ഇരിക്കുന്ന സാധനങ്ങളെയൊക്കെ പ്രകാശിപ്പിക്കും. ഇതുപോലെ ആത്മസ്വരൂപമായ നമ്മളിലിരിക്കുന്ന ബോധം, നമ്മളിലിരിക്കുന്ന ആത്മാനന്ദം അഥവാ നമ്മളിലിരിക്കുന്ന ബ്രഹ്മസ്വരൂപം, നമ്മളിലിരിക്കുന്ന ബോധസ്വരൂപം ഈ ഓട്ടകളിലൂടെ, നമ്മുടെ ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് ഇത്യാദികളായിട്ടുള്ള സാധനങ്ങളിലൂടെ ഈ ലോകത്തിന്റെ സകല സംഗതികളെയും നമുക്ക് ബോധം ഉണ്ടാക്കുന്നു, അല്ലെ? അതായത് ഞാൻ എങ്ങനെയാണ് ഒരു പാട്ട് കേൾക്കുമ്പോൾ ഞാൻ അതിലേക്ക് പോകുന്നത്? എങ്ങനെയാണ് ഞാൻ ഒരു സാധനത്തെ മണത്തതിന്റെ ഗന്ധം മനസ്സിലാക്കുന്നത്? ഇതിന്റെ ഉള്ളിൽ ഈ ഓട്ടയെ ഇതായിട്ട് പ്രവർത്തിപ്പിക്കുന്ന ഒരു സാധനം ഇതിന്റെ ഉള്ളിലുണ്ട്. അതായത് എഴുത്തച്ഛൻ പറഞ്ഞ പോലെ കണ്ണിന് കണ്ണ്, മനമാകുന്ന കണ്ണ്, അതിന് കണ്ണായിരുന്ന പൊരുൾ. ആ പൊരുൾ ഇല്ല എങ്കിൽ ഈ പറയുന്ന ഈ മൂക്കും നാക്കും കണ്ണും ഒന്നും പ്രവർത്തിക്കില്ല. തന്നെയല്ല, നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ഈ ലോകത്തുണ്ടാക്കുന്ന സാധനങ്ങൾ, അതായത് ഒരാൾക്ക് ഈ പറയുന്ന കണ്ണും മൂക്കും നാക്കും, ഇപ്പൊ എന്നെ പറ്റി എന്റെ അടുത്ത് നിന്നുകൊണ്ട് ഒരാൾ ഇങ്ങനെ എന്നെ പറ്റി സ്ഥിരമായിട്ട് ഭയങ്കരമായ അയാൾ എന്നെ വഴക്ക് പറയാ, അല്ലെങ്കിൽ അയാൾ എന്നെ കുറ്റം പറയാണ്, ഞാൻ ബധിരനാണ് എങ്കിൽ അയാൾ പറയുന്ന എന്നെ ബാധിക്കൂ? ആലോചിച്ച് നോക്കൂ. അയാൾ പറയുന്ന ഒരു സാധനം എന്നെ ബാധിക്കുന്നത് എന്തുകൊണ്ടാണ്? അതായത് ഈ സാധനം എന്റെ ചെവിയിലൂടെ എന്റെ ഉള്ളിലെത്തി എന്റെ അന്തഃകരണത്തെ അത് പ്രവർത്തിപ്പിക്കുകയും സ്മരണാത്മികയും ഒക്കെ ആയിരിക്കുന്ന ഈ സാധനങ്ങൾ മുഴുവൻ ഉണരുകയും അത് എന്റെ ഉള്ളിൽ ആഘാതം ഉണ്ടാക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ടാണ് എനിക്കിത് കേൾക്കുമ്പോൾ അസ്വാരസ്യവും അയാളോട് ദേഷ്യവും തോന്നും, അല്ലെ? സ്വാഭാവികമായിട്ട് പറയുകയാണെങ്കിൽ ഈ സാധനങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല എന്ന് വിചാരിച്ചോളൂ. അതായത് ഈ സാധനങ്ങളൊക്കെ അന്തരാത്മാവിലേക്ക് സന്നിവേശിപ്പിക്കുകയാണ്. മനോഹരിയായ ഒരു സ്ത്രീ കണ്ണില്ലാത്ത ഒരാളുടെ മുമ്പിൽ വന്നു നിന്ന് അയാൾക്ക് എന്ത് വികാരം ഉണ്ടാവാനാണ്? അതായത് അയാൾക്ക് ഈ സ്ത്രീയുടെ മനോഹാരിത മനസ്സിലാക്കാനുള്ള സാധനം എന്ന് പറയുന്നത് അയാളുടെ കണ്ണാണ്. അതായത് ലോകത്തിന്റെ സകല വിവരങ്ങളെയും നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ഈ പറയുന്ന ചെവിയും കണ്ണും മൂക്കും നാക്കും ത്വക്കും ഒക്കെ കൊണ്ടാണ്. അപ്പൊ ഇതാണോ ഞാൻ എന്ന് പറയുന്ന ചെവിയാണോ? ഞാൻ എന്ന് പറയുന്ന മൂക്കാണോ? അതായത് ഈ മൂക്കിനെ മൂക്കായിട്ട് മാറ്റുന്ന മറ്റൊരു സാധനം അതിനുള്ളിൽ ഉള്ളത് കൊണ്ടാണ് മൂക്കായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉദ്ദാലക മഹർഷി അദ്ദേഹത്തിന്റെ മകനോട് പറയുന്ന ഒരു ഭാഗമുണ്ട് ഉപനിഷത്തിൽ. അതിനകത്ത് ഈ പറയുന്ന സാധനം എന്താണ് എന്ന് ചോദിക്കുന്ന ഒരു അതായത് എന്തായിട്ടാണ് പ്രളയം സംഭവിക്കുമ്പോൾ, മരണം സംഭവിക്കുമ്പോൾ ഒക്കെ എന്താണ് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ശരീരത്തിൽ നടക്കുന്നത് എന്ന് ഈ കുട്ടി, അതായത് തത്വമസി എന്ന വാക്യത്തെ ചർച്ച ചെയ്യുന്ന സ്ഥലത്ത് ഈ ഉപദേശമൊക്കെ കേട്ടിട്ടും മരണത്തിലും മോക്ഷത്തിലും പ്രളയത്തിലും ഒക്കെ ഏത് ക്രമം അനുസരിച്ചാണ് ജഡദൃശ്യങ്ങൾ ലയിക്കുന്നത് എന്നൊരു ചോദ്യം ചോദിക്കുന്നത്. ഇതിലൊക്കെ അപ്പൊ നമുക്ക് എങ്ങനെയാ മനസ്സിലാവുക എന്ന് ചോദിച്ചാൽ, മരിക്കാൻ പോകുന്ന ഒരാളെ നിരീക്ഷിച്ചാൽ നമുക്കത് കൃത്യമായിട്ട് ഈ സംഗതി ഉൾക്കൊള്ളാൻ സാധിക്കും. അതായത് മോക്ഷത്തിലും പ്രളയത്തിലും ഒക്കെ ഈ ജഡദൃശ്യങ്ങൾ ലയിക്കുന്നത് എവിടെയാണ് എന്ന് ഈ കുട്ടി ചോദിക്കുന്ന ചോദ്യത്തിന് ഒരാള് മരിക്കാൻ കിടക്കുകയാണ് എന്ന് വിചാരിച്ചോളൂ. അപ്പൊ ബന്ധുക്കളൊക്കെ ചുറ്റും ഇങ്ങനെ കൂടി നിൽക്കുകയാണ്. അപ്പൊ ഈ മരിക്കാൻ കിടക്കുന്ന ആളോട് ചോദിക്കുകയാണ്, എന്നെ മനസ്സിലായോ? ഇല്ലേ, നമ്മൾ ചോദിക്കാറുണ്ടല്ലോ. സ്വാഭാവികമായിട്ട് മരിക്കാൻ കിടക്കുന്ന ആളോട് എന്നെ മനസ്സിലായോ, ഞാൻ ആരാ ചോദിക്കാറുണ്ട് നമ്മള്. അപ്പൊ ഇയാൾ എന്ത് പറയും? മെല്ലെ മെല്ലെ ഇന്ന ആളാണ് എന്നൊക്കെ അയാൾ മെല്ലെ സംസാരിച്ചു കൊണ്ടിരിക്കും. ഈ സംസാരിച്ചു കഴിഞ്ഞിട്ട് അയാൾ എന്ത് ചെയ്യും? കുറച്ച് കഴിയുമ്പോ എന്ത് ചെയ്യും? മരിക്കാൻ പോകുന്നതിന്റെ തൊട്ട് മുൻപേയുള്ള അവസ്ഥയാണ്. കുറച്ച് കഴിയുമ്പോ അയാളുടെ ഈ സംഭാഷണം നിൽക്കും അവിടെ, അല്ലെ? അയാളുടെ സംസാരം അവിടെ നിൽക്കും. സംസാരം നിന്നിട്ട് അയാളുടെ വാക്കുകൾ എവിടെ പോയി അയാളുടെ വാക്കുകൾ? അതായത് മരിക്കുന്നയാളുടെ അയാൾ ആദ്യം സംസാരിച്ചു, ഈ സംസാരിക്കുന്ന വാക്കുകൾ അവസാനം പോയിട്ട് എങ്ങോട്ടാ ലയിക്കുന്നത്? അയാളുടെ മനസ്സിലേക്ക് ലയിച്ചു എന്നാണ്. അതായത് വാക്കുകളൊക്കെ വരുന്നത് എവിടെ നിന്നാണ്? മനസ്സിൽ നിന്നാണ്. അതുകൊണ്ട് മനസ്സ് എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലെയാണ് അയാളുടെ വാക്ക് അയാളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അതാണ് വാങ് മനസ്സി സമ്പദ്യതേ എന്ന് ഛാന്തോഗ്യോപനിഷത്ത് പറയും. അതായത് വാക്ക് മനസ്സിൽ ലയിക്കുന്നു. കുറെ കഴിഞ്ഞാലോ ഈ ചിന്തകളൊക്കെ ഇല്ലാതെയാകും. അപ്പൊ മനസ്സെവിടെ പോയി എന്ന് ചോദിക്കുക. അപ്പോഴും എന്തുണ്ട്? അയാൾക്ക് ആദ്യം വാക്ക് പോയി,
പിന്നെ അയാളുടെ മനസ്സ് പോയി. അതായത് മനസ്സ് പ്രവർത്തിക്കാതെയായി. മനസ്സ് എങ്ങോട്ട് പോയി? അയാൾക്ക് യാതൊന്നും കണ്ടാ മനസ്സിലാക്കും, ഒന്നിനെയും ഓർമ്മയില്ല, ഒന്നും പറയാനുള്ള ഒരു ത്രാണിയില്ല. അപ്പൊ മനസ്സ് എവിടെ പോയി എന്ന് ചോദിച്ചാൽ, മനസ്സ് അപ്പോഴും എന്തുണ്ട്? അയാളിൽ ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന ഈ പ്രാണൻ അയാളിലുണ്ട്. അപ്പൊ മനസ്സ് പോയിട്ട് എന്ത് ചെയ്തു? പ്രാണനിൽ ലയിച്ചു. അതുകൊണ്ടാണ് സൂക്ഷ്മ ശരീരം എപ്പോഴും നമ്മുടെ പ്രാണനോടൊപ്പം ഉണ്ടാകുന്നത് എന്ന് പറയും. അപ്പൊ സൂക്ഷ്മ പ്രാണനിൽ പോയി ലയിച്ചു. അപ്പൊ ഈ പ്രാണൻ കുറച്ചു കഴിയുമ്പോൾ എന്താവും? ഈ പ്രാണവ്യാപാരവും അയാളുടെ ശ്വാസോച്ഛ്വാസം ഇല്ലാതെ ആയിക്കൊണ്ടേയിരിക്കും. ഈ ശരിയായ പ്രാണ ചിലപ്പോ അയാൾ ശ്വസിക്കുന്നതാണ്, പക്ഷെ ചിലപ്പോ ശ്വാസം ഉണ്ടാവുകയില്ല. അപ്പൊ ജീവൻ ഉള്ളതുപോലെ നമുക്ക് തോന്നും. അപ്പൊ മരിച്ചോ ഇല്ലയോ എന്നെങ്ങനെയാണ് പിന്നെ നമുക്കറിയാൻ സാധിക്കുന്നതെന്ന് ചോദിച്ചാൽ, മരിച്ചോ? മരിച്ചില്ല. കാരണം എന്താ? അയാളുടെ ശരീരത്തിന് ആ ചൂടും രക്തത്തിന്റെ ചെറിയ ചെറിയ പ്രവാഹങ്ങളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അയാളുടെ പൾസ് ഉണ്ടാവും. ഇങ്ങനെ ഈ പ്രാണൻ കുറച്ചു കഴിയുമ്പോൾ എന്താവും? ഇയാളുടെ പ്രാണൻ ഇല്ലാതെയാകും. ഈ പ്രാണൻ എന്തായിപ്പോയി? തേജസ്സിൽ പോയി ലയിച്ചു എന്നാണ്. തേജസ് എന്ന് പറയുന്നത് എന്താണ്? ഞാൻ 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 എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ജീവനെയാണ് തേജസ് എന്ന് പറയുന്നത്. അപ്പൊ അതായത് ഈ പ്രാണൻ പോയിട്ട് തേജസ്സിൽ ലയിക്കുന്നു. കുറെ കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഈ ജീവനും ഇല്ല. ജീവൻ എന്ത് സംഭവിക്കുന്നു? തേജഃ പരസ്യാം ദേവതായാം എന്ന് ഉപനിഷത്ത് പറയും. അതായത് പരബ്രഹ്മത്തിൽ പോയിട്ട് ഈ തേജസ് ലയിക്കുന്നു. അപ്പൊ അതായത് വാക്ക് ആദ്യം പോയിട്ട് മനസ്സിൽ ലയിക്കും, ഈ മനസ്സ് പ്രാണനിൽ ലയിക്കും, പ്രാണൻ തേജസ്സിൽ ലയിക്കും, തേജസ് പോയിട്ട് പരബ്രഹ്മത്തിൽ ലയിക്കും. ഇതാണ് ഒരു മനുഷ്യന്റെ മരണത്തിൽ സംഭവിക്കുന്നത്. ഇത് നേരെ തിരിച്ചിട്ടാൽ അതാണ് ജനനത്തിൽ സംഭവിക്കുന്നത്. അതായത് ഇതിനെ നമ്മൾ നേരെ തിരിച്ചിട്ടാൽ, പ്രാണബന്ധനം ഹി സൗമ്യ മനഃ എന്ന് ഉപനിഷത്ത് പറയുന്നത് നമുക്ക് കേൾക്കാം. ഇത് നേരെ തിരിച്ചിട്ടാൽ, അതായത് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? നേരെ തിരിച്ചിട്ട് ആദ്യം പരബ്രഹ്മത്തിൽ നിന്ന് തേജസ് ഉണ്ടാകുന്നു, തേജസ്സിൽ നിന്ന് പ്രാണൻ ഉണ്ടാകുന്നു, പ്രാണനിൽ നിന്ന് മനസ്സുണ്ടാകുന്നു, മനസ്സിൽ നിന്ന് വാക്കുണ്ടാകുന്നു, വാക്കിൽ നിന്ന് പിന്നെ നമ്മുടെ ബാക്കിയുള്ള എല്ലാ വ്യവഹാര വിശേഷങ്ങളും ഉണ്ടാകും. അപ്പൊ ഇതിനൊക്കെ കാരണമാകുന്ന, പുറത്തേക്ക് ഇതിനെയൊക്കെ പ്രദർശിപ്പിക്കുന്ന, പുറത്തേക്ക് ഇതിനെയൊക്കെ നമുക്ക് പുറത്തേക്ക് വ്യാപരിപ്പിച്ചുകൊണ്ട് നമ്മളുടെ ഉള്ളിൽ ഇതിന്റെയൊക്കെ ബോധം ഉണ്ടാക്കുന്നത് എന്താണ്? ഇന്ദ്രിയങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ദ്രിയങ്ങളാണോ ഞാൻ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും കണ്ണും മൂക്കും നാക്കും ത്വക്കും മാത്രം ഉണ്ടായത് കൊണ്ട് ഒരാൾക്ക് ഈ ജ്ഞാനം ഉണ്ടാവുകയില്ല. കണ്ണിന് കണ്ണായിട്ട് പ്രവർത്തിക്കുന്ന, കണ്ണിന് കണ്ണ് മനമാകുന്ന അതിന് കണ്ണായിരുന്ന പൊരുൾ ഇല്ല എങ്കിൽ ഈ സാധനങ്ങളൊക്കെ ഉണ്ടായിട്ടും യാതൊരു കാര്യവുമില്ല എന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് ഞാൻ ഞാൻ ആദ്യം അന്തഃകരണമല്ല, ഞാൻ മനോബുദ്ധി അഹങ്കാര ചിത്തങ്ങളാകുന്ന അന്തഃകരണമല്ല, പുറത്തേക്കുള്ള വസ്തുക്കളുടെ ബോധം മുഴുവൻ എനിക്ക് ഉണ്ടാക്കി തരുന്ന ശ്രോത്ര ജിഹ്വ ഘ്രാണ നേത്രങ്ങളല്ല, പിന്നെയോ വ്യോമഭൂമിർ ന തേജോ ന വായു. അതായത് ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെ ശരീരം മാത്രമല്ല, ഈ ലോകത്ത് കാണുന്ന സകല പദാർത്ഥങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത് പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ്. പഞ്ചഭൂതങ്ങൾ ചരവും അചരവുമായിട്ടുള്ള എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ്. എന്താണ് പഞ്ചഭൂതം? അതാണ് പൃഥിവ്യ തേജോ വായു ആകാശം എന്ന് പറയും. അപ്പൊ പൃഥിവ്യ തേജോ വായു ആകാശങ്ങളായിരിക്കുന്ന സാധനങ്ങളെ കൊണ്ടാണ് ഈ ലോകത്ത് കാണുന്ന സകല ചരാചരങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത് എങ്കിൽ അതാണോ ഞാൻ? അതുമല്ല ഞാൻ. അതായത് ഇതൊന്നുമല്ല ഞാൻ എന്നുള്ളത് ഇദ്ദേഹത്തിന് ബോധ്യം വന്നിരിക്കുന്നു. പിന്നെ ഞാൻ ആരാണ്? ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ഇതൊന്നുമല്ല ഞാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതൊന്നുമല്ല, ചിദാനന്ദ സ്വരൂപമായിരിക്കുന്ന ശിവനാണ്. അതായത് ഈ ലോകത്തെ അറിയാൻ അനുഭവിക്കാനൊക്കെ നമുക്ക് സാധിക്കുന്നത് ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ്. അപ്പൊ ഇന്ദ്രിയങ്ങളാണോ ഞാൻ എന്ന് ചോദിച്ചാൽ, പഞ്ചഭൂതങ്ങളാണോ ഞാൻ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ജീവജാലങ്ങളൊക്കെ ഉണ്ടാക്കിയത് ഇവയൊക്കെ കൊണ്ടാണ് എന്നുള്ളത് കൊണ്ട് ഇവയാണോ ഞാൻ എന്ന് ചോദിച്ചാൽ ഇതൊന്നുമല്ല ഞാൻ ആനന്ദ ഘനീഭൂതമായ ശിവസ്വരൂപമാണ് എന്ന് പറഞ്ഞാൽ
ആനന്ദാനുഭൂതിയാണ്. അതായത് ഓരോ ദിവസവും ഇവിടെ എന്താണ് ഒരു പ്രധാന വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ഒരു ജ്ഞാനിയും ഒരു സാധാരണക്കാരനും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ലൗകികനെ സംബന്ധിച്ച് ജീവൻ പരമാത്മാവിൽ ലയിക്കുമ്പോൾ പോലും അദ്ദേഹത്തിന് ഉറക്കം പോലെയാണ്. എന്താ കാരണം? ഉറക്കം പോലെയാണെന്ന് പറയാൻ കാരണം എന്താ? ഉറക്കത്തിൽ നമ്മൾ ഇത് അനുഭവിക്കുന്നില്ലേ? ഉറക്കത്തിൽ ഞാൻ ഓരോ ദിവസങ്ങളിലും നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ജ്യോത്സ്ന എന്ന് പറയുന്ന ഈ ശരീരത്തെ ഞാൻ അറിയുന്നില്ല, എന്റെ വീടുണ്ടെന്ന് ഞാൻ അറിയുന്നില്ല, ഭർത്താവുണ്ടെന്ന് അറിയുന്നില്ല, മക്കളുണ്ടെന്ന് അറിയുന്നില്ല, കിടക്കുന്നത് കട്ടിലാണെന്ന് പോലും അറിയുന്നില്ല. അങ്ങനെ സുഖമായിട്ട് ഉറങ്ങിപ്പോയി. ഈ സുഖം പിറ്റേ ദിവസം എനിക്ക് നമ്മൾ എന്ത് പറയും? സുഖമായിട്ട് ഞാൻ ഇന്നലെ കിടന്നുറങ്ങി. അതായത് ഞാൻ എന്ന വസ്തുവിനെ അനുഭവിച്ചുകൊണ്ട് ആരോ ഒരാൾ നമ്മുടെ ഉള്ളിൽ ഉണർന്നിരുന്നത് കൊണ്ടാണ് ആ സുഖം നമ്മൾ അനുഭവിച്ചത്. ഈ സുഖം അനുഭവിക്കുമ്പോൾ ആ സുഖത്തിലുള്ള വ്യത്യാസം എന്താണ് എന്ന് ചോദിച്ചാൽ, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ അവിടെ ഇരിക്കും. ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് ആ സുഖം അനുഭവിക്കുന്ന സമയത്ത്, ആഗ്രഹങ്ങൾ ഇല്ലാതെയാവുന്നില്ല. അപ്പൊ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് അയാളുടെ മരണത്തിനുമുള്ള പ്രത്യേകത ഇതാണ്. അതായത് ആഗ്രഹങ്ങൾ അടങ്ങിയിട്ടില്ല. ആഗ്രഹങ്ങൾ അടങ്ങാത്ത ഒരു സംഗതി, മനസ്സന്തഃകരണമാണ് അയാൾക്കുള്ളത് എന്നുള്ളത് കൊണ്ട് അയാൾക്ക് പരമാത്മാവിൽ ലയിക്കുമ്പോൾ പോലും അയാളുടെ മരണം എന്ന് പറയുന്നത് നമ്മളുടെ ഉറക്കം പോലെയാണ് എന്നുള്ളതാണ്. നേരെ മറിച്ച് ആസന്ന മരണം എന്താണ് ആയിട്ടിരിക്കുന്ന ഒരു യോഗിയെ സംബന്ധിച്ച് അയാൾക്ക് ആഗ്രഹമേ ഇല്ല. അതായത് ഉത്ക്രാമന്തം സ്ഥിതം വാപി ഭുഞ്ജാനം വാ ഗുണാന്വിതം വിമൂഢാനാനു പശ്യന്തി ജ്ഞാനചക്ഷുഷ എന്ന് ഭഗവത്ഗീത പറയും. അതായത് ജീവൻ സൂക്ഷ്മ ശരീരത്തോടുകൂടി ചേർന്ന് നിന്നുകൊണ്ട് ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോവാണ്. അപ്പൊ വേറൊരു ശരീരത്തിൽ കടന്ന് പ്രവേശിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ജനനം എന്ന് പറയുന്നത്. അതായത് ഉത്ക്രമിക്കുക, അതായത് ഇറങ്ങിപ്പോവുക, ശരീരത്തിൽ ഇരുന്നു കൊണ്ട് പലതും അനുഭവിക്കുക. ഭുഞ്ജാനം വാ ഗുണാന്വിതം, പ്രപഞ്ച സുഖങ്ങളൊക്കെ അനുഭവിക്കുന്നു. ഇത് മനസ്സിനെ അല്പം ഒന്ന് നിയമനം ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളവന് ഈ സങ്കല്പങ്ങളോടൊപ്പം തന്നെ നമുക്ക് ഞാൻ ഇപ്പോൾ എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ട്, ഏതെല്ലാം ചിന്തകളുണ്ട് എന്ന് അന്തർമുഖമായി നോക്കിയാൽ നമുക്ക് തന്നെ അത് കാണാൻ സാധിക്കും. പക്ഷേ വിമൂഢന്മാരായിട്ടുള്ള, അതായത് മഠയന്മാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് ഇതൊന്നും അവർ ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ് പശ്യന്തി ജ്ഞാനചക്ഷുഷ. ജ്ഞാനചക്ഷുസുള്ളവർ ഇതിനെയൊക്കെ നേരിട്ട് അവർക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഒരു ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എന്തില്ല? ആഗ്രഹങ്ങളില്ലാതെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ആഗ്രഹങ്ങളില്ലാതെ ആയതുകൊണ്ട് ഒരു സാധാരണക്കാരൻ വെള്ളത്തിൽ കുമിളയും അത് കഴിഞ്ഞ് തിരമാലയും തിരയും അത് കഴിഞ്ഞ് മഞ്ഞുകട്ടയും ഒക്കെ വേറെ വേറെ ആയിട്ട് കാണുമ്പോൾ, ഒരു യോഗി ഈ തിരമാലയെയും തിരയെയും മഞ്ഞുകട്ടയെയും ഒക്കെ ഒന്നായിട്ടാണ് അയാൾ കാണുന്നത്. അപ്പൊ അയാളെ സംബന്ധിച്ച് അയാൾക്ക് ആഗ്രഹമില്ല. ആഗ്രഹം എന്ന് പറയുന്ന സാധനം അയാൾക്കില്ല. കാരണം എന്താ? ഇതെല്ലാം നശിക്കുന്നതാണ്, അഥവാ ഇതിന്റെ എല്ലാം പിറകിലുള്ള സംഗതി ഒന്ന് തന്നെയാണ് എന്നുള്ള ബോധം അയാളിൽ ഉറച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ ചിദാനന്ദ സ്വരൂപമായിട്ട് അയാൾ നിലനിൽക്കുന്നുണ്ടാവും. ഇതാണ് അതിന്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി അപ്പൊ തന്നെ ചോദിക്കാണ്, രണ്ടാമത്തെ ശ്ലോകം പറയുന്നത് എന്താണ്? പ്രാണസംജ്ഞോ ന വൈ പഞ്ചവായോ ന വാ സപ്തധാതു പഞ്ചകോശ ന വാക്പാണിപാദം ന ചോപസ്ഥപായോ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. അപ്പൊ ചോദിക്കുകയാണ്, പ്രാണനാണോ ഞാൻ? അതല്ല, പഞ്ചവായുക്കളാണോ ഞാൻ? പഞ്ചവായുക്കൾ എന്ന് പറഞ്ഞാൽ ഏതാണ്? പ്രാണൻ, അപാനൻ, സമാനൻ, ഉദാനൻ, വ്യാനൻ. ഇവയാണ് പഞ്ചവായുക്കൾ. അതായത് പഞ്ചവായുക്കളാണോ ഞാൻ എന്ന് ചോദിച്ചാൽ, പ്രാണൻ 5ആയിട്ട് വിഭജിച്ചുകൊണ്ട് വ്യത്യസ്ത ഫങ്ഷൻസ് ശരീരത്തിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ട് വിവിധ കായിക പ്രവൃത്തികളെ നിയന്ത്രിക്കുന്ന ആളാരാണ്? പ്രാണനാണ്. അതായത് നമ്മുടെ ഹൃദയത്തിൽ വർത്തിക്കുന്ന പ്രാണൻ, അതായത് അതാണ് പ്രാണൻ എന്ന് പറയുന്നത്. പ്രാണൻ എവിടെയാണ്? ഹൃദയത്തിലാണ്. ഭക്ഷണം കഴിക്കുക, അതിനെ മുന്നോട്ട് ചലിപ്പിക്കുക,
പ്രചോദിപ്പിക്കുക, ഇതൊക്കെ ചെയ്യുന്നത് ആരാണ്? പ്രാണനാണ്. രണ്ടാമത്തെ ആള്, പ്രാണനിലെ രണ്ടാമത്തെ ആൾ ആരാണ്? അപാനൻ ആണ്. അപാനൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടുപ്പ് അഥവാ പെൽവിസ് എന്ന് പറയുന്ന ഭാഗത്താണ് അപാനൻ സ്ഥിതി ചെയ്യുന്നത്. അതിന്റെ പ്രവൃത്തി എന്താണെന്ന് ചോദിച്ചാൽ പുറന്തള്ളുക, താഴോട്ടുള്ള ചലനം, പുറത്തേക്കുള്ള ചലനം, ഇതൊക്കെ നിയന്ത്രിക്കുന്ന പ്രാണനാണ് അപാനൻ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ആളാണ് സമാനൻ. അതായത് പൊക്കിൾ കൊടിയിലാണ് ഈ സമാനൻ ഇരിക്കുന്നത്. ഈ പൊക്കിൾ കൊടിയിൽ ഇരുന്നു കൊണ്ട് സമാനന്റെ പണി എന്താണ് എന്ന് ചോദിച്ചാൽ സ്വാംശീകരിക്കുക, ആഗിരണം ചെയ്യുക, വിവേകം ഉണ്ടാക്കുക, ഏകീകരണം ഉണ്ടാക്കുക, ഇതൊക്കെ ചെയ്യുന്ന ആളാണ് സമാനൻ എന്ന് പറയുന്നത്. ഉദാനൻ എന്ന് പറയുന്ന പ്രാണൻ തൊണ്ടയിലിരിക്കുന്നു. അതായത് വളർച്ചയെ സഹായിക്കുന്നു, സംസാരിക്കാൻ സഹായിക്കുന്നു, പ്രകടനത്തെ സഹായിക്കുന്നു, മുകളിലോട്ടുള്ള ചലനത്തെ അത് സഹായിക്കുന്നു, ഇങ്ങനെ ആരോഹത്തെ സഹായിക്കുന്നു. മുകളിലോട്ടും താഴോട്ടുമുള്ള താഴോട്ടല്ല മുകളിലോട്ട് ഉള്ള നീക്കത്തിനൊക്കെ സഹായിക്കുന്നത് ഉദാനനാണ്. അതുപോലെ വ്യാനൻ എന്ന് പറയുന്ന സാധനം മുഴുവൻ ശരീരത്തിലും വ്യാപിച്ചിരിക്കുന്നു. അതാണ് നമ്മളെ സർക്കുലേഷനെ നിയന്ത്രിക്കുന്ന പ്രാണൻ. ഈ പറയുന്ന വ്യാനനാണ്. വിശാലത, വ്യാപനം ഒക്കെയാണ് അതിന്റെ പണി. ഇങ്ങനെ വ്യത്യസ്ത കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന ഇവയൊക്കെയാണോ ഞാൻ എന്നാണ് ചോദിച്ചതിന്റെ അർത്ഥം. അപ്പൊ ഇതൊന്നുമല്ല ഞാൻ. ഇതൊക്കെ ഞാനാണോ എന്ന് ചോദിച്ചാൽ ഇതൊന്നുമല്ല ഞാൻ. പിന്നെന്താ? നവാസപ്തധാതു എന്ന് ചോദിച്ചാൽ എന്താണ്? സപ്തധാതുക്കളാണോ ഞാൻ? അതായത് മജ്ജ, അസ്ഥി, മേധ, പല, രക്ത, ചർമ്മ, ത്വഹായേർ ധാതുഭിൽ അന്വിതഃ എന്ന് വിവേക ചൂടാമണി. അതായത് മജ്ജ, അസ്ഥി, മേധസ്, മാംസം, രക്തം, ചർമ്മം, ത്വക്ക്, ഇവയാണ് സപ്തധാതുക്കൾ. ഇവയാണോ ഞാൻ? അതായത് സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിനെ പ്രവർത്തിപ്പിക്കുന്ന സാധനം ഇതല്ലേ? മജ്ജ, അസ്ഥി, മേധസ്, മാംസം, രക്തം, ചർമ്മം, ത്വക്ക്, ഇതൊക്കെയാണ് ശരീരത്തിൽ, നമ്മുടെ ശരീരത്തിൽ കാണുന്ന സാധനം. ഇതാണ് സപ്തധാതുക്കൾ എന്നറിയപ്പെടുന്നത്. ഇതാണോ ഞാൻ? ഇതുമല്ല ഞാൻ. അല്ലെങ്കിലോ? നവാ പഞ്ചകോശ. എന്താണ്? അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം. ഇതിനെ വളരെ വിശദമായിട്ട് തൈത്തിരീയോപനിഷത്ത് പറയുന്നുണ്ട്. അതായത് സ്വാഭാവികമായിട്ട് നമ്മളിപ്പോ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു പണി എന്ന് പറയുന്നത്, അന്നമയ കോശം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ശരീരം ഉണ്ടാക്കിയിരിക്കുന്ന സാധനം, ഈ പുറത്തുള്ള ശരീരം അല്ലെ, പുറത്തുള്ള ശരീരം, ഇത് അന്നം കൊണ്ടുണ്ടാകുന്നതാണ് ഈ പറയുന്ന ശരീരം അല്ലെ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് ഈ സ്ഥൂല ശരീരത്തിന്റെ വിധാനം എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? പ്രാണമയ കോശം അടങ്ങിയിരിക്കുന്നു. അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? മനോമയ കോശം അടങ്ങിയിരിക്കുന്നു. അതിൻ്റെ ഉള്ളിൽ വിജ്ഞാനമയ കോശം അടങ്ങിയിരിക്കുന്നു. അതിൻ്റെ ഉള്ളിൽ ആനന്ദമയ കോശം അടങ്ങിയിരിക്കുന്നു. നമ്മളെ അമ്പലങ്ങളൊന്ന് നോക്കിയാൽ മതി, ഇതറിയാൻ ഏറ്റവും എളുപ്പത്തിലുള്ള. അതായത് മനുഷ്യ ശരീരമാണ് നമ്മുടെ പ്രതിഷ്ഠാ സങ്കല്പത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതായത് ഗർഭഗൃഹത്തിനുള്ളിൽ ആണ് ഏറ്റവും സ്ഥിതി ചെയ്യുന്ന മൂർത്തി സ്വരൂപമാണ് എന്ത്? ആനന്ദമയ കോശം. അതിനുള്ളിൽ, അതായത് പുറത്തുള്ളതാണ് അന്നമയ, അമ്പലത്തിന്റെ പുറത്തുള്ളതാണ് അന്നമയ കോശം. അതിന്റെ ഉള്ളിൽ പ്രാണമയ കോശം, അതിന്റെ ഉള്ളിൽ മനോമയ കോശം, അതിന്റെ ഉള്ളിൽ വിജ്ഞാനമയ കോശം, അതിന്റെ ഉള്ളിൽ ചിദാനന്ദ സ്വരൂപമായിട്ട് നമ്മൾ ആരാധിക്കുന്ന മൂർത്തിയെ, അതിനെയാണ് ആനന്ദമയ കോശം. അതായത് മനുഷ്യ ശരീരത്തിന്റെ സൃഷ്ടിയാണ് അമ്പലത്തിലെ പ്രതിഷ്ഠ എന്ന് പറയുന്നത്. അപ്പൊ ഈ സാധനമാണല്ലോ നമ്മളെ പ്രവർത്തിപ്പിക്കുന്നത്. അപ്പൊ ഇതാണോ ഞാൻ? നവാ പഞ്ചകോശ എന്ന പഞ്ചകോശങ്ങളാണോ ഞാൻ? അതായത് പ്രാണനാണോ ഞാൻ? അല്ലെങ്കിൽ സപ്തധാതുക്കളാണോ ഞാൻ? അല്ലെങ്കിൽ പഞ്ചകോശങ്ങളാണോ ഞാൻ? പിന്നെ എന്താണ്? വാക് പാണിപാദം ന ചോപസ്ഥപായു അല്ലെ. വാക്, പാണി, പായു, പാദം, ഉപസ്ഥ. അതായത് വാക്ക് എന്ന് പറഞ്ഞാൽ എന്താന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. പാണി എന്ന് പറഞ്ഞാൽ കൈ തന്നെ. പായു എന്ന് പറഞ്ഞാൽ മലദ്വാരം ആണ്. പാദം എന്ന് പറഞ്ഞാൽ വിഹാരം, സഞ്ചാരം ഒക്കെ. അതായത് വാക്ക് എന്ന് പറയുന്നത് നമ്മുടെ വാക്ക് തന്നെയാണ്, നമ്മുടെ സംസാരിക്കുന്ന സാധനം. പാണി എന്ന് പറഞ്ഞാൽ ഗ്രഹണം, ആധാനം, അതായത് പിടിക്കുക അല്ലെ, ഇതൊക്കെയാണ് അതിന്റെ പണി. പായു എന്ന് പറഞ്ഞാൽ മലദ്വാരമാണ്, വിസർജ്യം ആണ് അതിന്റെ പണി. പാദം എന്ന് പറഞ്ഞാൽ വിഹാരം, സഞ്ചാരം ഒക്കെയാണ് അതിന്റെ പണി. ഉപസ്ഥ എന്ന് പറയുന്നത് ജനനേന്ദ്രിയമാണ്, അത് ആനന്ദമാണ്. ഇതൊക്കെയാണോ ഞാൻ? ആനന്ദമാണ് അതിന്റെ പണി. ഇതൊക്കെയാണോ ഞാൻ? ഇതുമല്ല ഞാൻ. പിന്നെ ഞാൻ ആരാണ്? ചിദാനന്ദ സ്വരൂപമായ
ശിവനാണ് ഞാൻ. അതായത് ഇതിനെയൊക്കെ അതായിട്ട് പ്രവർത്തിപ്പിക്കുന്ന ഒരു സംഗതി ഇല്ല എന്നുണ്ടെങ്കിൽ, അതായത് നേരത്തെ ഞാൻ പറഞ്ഞ ആ ക്രമം, അതായത് ജനിക്കുമ്പോൾ ബ്രഹ്മത്തിൽ നിന്ന് എന്തുണ്ടാകുന്നു? തേജസ് ഉണ്ടാകുന്നു. തേജസ്സിൽ നിന്ന് പ്രാണൻ ഉണ്ടാകുന്നു. പ്രാണനിൽ നിന്ന് എന്താണ്? മനസ്സുണ്ടാകുന്നു. മനസ്സിൽ നിന്ന് വാക്കുണ്ടാകുന്നു. ഈ സാധനത്തിന്റെ ഒരു ക്രമം, അതായത് ഇതിന്റെ ഏറ്റവും അറ്റത്തിരിക്കുന്ന ഈ സാധനം ഇല്ല എങ്കിൽ മറ്റുള്ളതിനൊന്നും എന്തില്ല? പ്രവൃത്തിയില്ല. അപ്പൊ ഈ പറയുന്ന സാധനങ്ങളൊന്നുമല്ല ഞാൻ എന്നുള്ളതാണ് ഇവിടുത്തെ അനുഭൂതി എന്ന് പറയുന്നത്. അതായത് ഇതൊന്നുമല്ല അനുഭൂതി എന്ന് ഉറക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാളുടെ ഒരു അവസ്ഥാവിശേഷം എന്താണ്? അയാൾക്ക് ഇതൊന്നും, ഈ പറയുന്ന സാധനങ്ങളൊന്നുമല്ല ഞാൻ എന്ന് പറഞ്ഞാൽ അയാൾക്ക്, അതായത് ഞാൻ എന്ന് പറയുന്നത് എന്റെ ഇന്ദ്രിയങ്ങളല്ല, എന്റെ എന്റെ ഈ പറയുന്ന സപ്തധാതുക്കളല്ല എന്നൊക്കെ മുമ്പത്തെ ശ്ലോകങ്ങൾ പറഞ്ഞല്ലോ. അങ്ങനെ വിചാരിക്കുന്ന ഒരാളിന് അയാളുടെ എന്താണ് അയാളുടെ അവസ്ഥ എന്നുള്ളതാണ് അടുത്ത ശ്ലോകം പറയുന്നത്. നമേ ദ്വേഷരാഗോ നമേ ലോഭമോഹോ മദോ നൈവ മേ നൈവ മാത്സര്യഭാവ ന ധർമ്മോ ന ചാർത്ഥോ ന കാമോ ന മോക്ഷ ചിദാനന്ദരൂപഃ ശിവോഹം ശിവോഹം. അതായത് ഇതിനെയൊക്കെ പ്രവർത്തിക്കുന്ന ആത്മസ്വരൂപമാണ് ഞാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? എനിക്ക് ആരോടും ദ്വേഷമില്ല, എനിക്ക് ആരോടും അനുരാഗവുമില്ല, എനിക്ക് ലോഭമില്ല, എനിക്ക് മോഹമില്ല, എനിക്ക് മതമില്ല, എനിക്ക് മത്സരബുദ്ധിയില്ല. അതായത് ഈ സാധനങ്ങളൊക്കെ ഉണർത്തുന്ന സാധനങ്ങളൊന്നും ഞാനല്ല. അതുകൊണ്ട് എനിക്ക് ഈ വികാരങ്ങളൊന്നുമില്ല, എനിക്കൊരു ഡ്യൂട്ടി ഇല്ല, എനിക്ക് ധർമ്മമില്ല, എന്നാ ധർമ്മോ എന്നുവെച്ചാ അർത്ഥമില്ല, എനിക്ക് വെൽത്ത്, അതായത് ധനമായിട്ട് എനിക്കൊന്നുമില്ല, എനിക്ക് കാമമില്ല, അതായത് ആഗ്രഹങ്ങളില്ല, മോക്ഷവുമില്ല, പുരുഷാർത്ഥമാണ് അല്ലെ, അതും ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ ആരാണ്? ആനന്ദ സ്വരൂപനായ ശിവനാണ് ഞാൻ. അതൊരു മഹത്തായ അനുഭൂതിയാണ്. ആ അനുഭൂതിയുള്ളവന് നമ്മുടെ മേൽപ്പത്തൂരൊക്കെ പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, ഭഗവാന്റെ വാസസ്ഥാനം എവിടെയാണ് എന്ന് ചോദിച്ചാൽ മേൽപ്പത്തൂർ എന്താ പറയാ? മായായത്ര കഥാപിനോ വികുരുതേ ഭാതേ ജഗദ്ഭ്യോ ബഹി ശോകക്രോധ വിമോഹ സാധ്വസമുഖാ ഭാവാസ്തു ദൂരം ഗതാഃ. ശോകം, ക്രോധം, മോഹം മുതലായ സാധനം, ആ ഭാവങ്ങളൊക്കെ എത്രയോ ദൂരത്ത് പോയി മറഞ്ഞിരിക്കുന്നു. പിന്നെ എനിക്ക് ബാക്കിയുള്ളത് എന്താണ്? സാന്ദ്രാനന്ദരീചയത്ര പരമജ്യോതി പ്രകാശാത്മകേ തത്തേ ധാമ വിഭാവിതം വിജയതേ വൈകുണ്ഠരൂപം വിഭോ. അതായത് ഈ പറയുന്ന അവസ്ഥാവിശേഷം ഉള്ളവന് ആനന്ദമായിട്ടാണ് അയാൾ നിലകൊള്ളുന്നത്. അയാൾക്ക് ആനന്ദിക്കാൻ പുറത്തുള്ള ഒരു വസ്തുവിന്റെ ആവശ്യമില്ല. അയാളുടെ ഉള്ളിൽ അത്രയേറെ ആനന്ദം, ഘനീഭൂതമായ ആനന്ദം തളം കെട്ടിയിരിക്കുന്നു. അങ്ങനെയുള്ള ഒരുത്തന് ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം ന മന്ത്രോ ന തീർത്ഥം ന വേദാനയജ്ഞ അഹം ഭോജനം നൈവ ഭോജ്യം ന ഭോക്ത ചിദാനന്ദരൂപഃ ശിവോഹം ശിവോഹം. പുണ്യപാപങ്ങൾ ആരെയാണ് ബാധിക്കുന്നത്? ആഗ്രഹമുള്ളവനെയാണ് പുണ്യപാപങ്ങൾ ബാധിക്കുന്നത്. അല്ല, അതായത് മനസ്സിന് പ്രവൃത്തി ഉണ്ടെങ്കിൽ, അതായത് ഒരാളോട് ദേഷ്യമായിട്ടോ ഒരാളോട് അല്ലെങ്കിൽ അസൂയയായിട്ടോ കുശുമ്പായിട്ടോ കുരുഷ്ടായിട്ടോ നമ്മുടെ ഉള്ളിൽ വരുന്ന എന്തെങ്കിലും വിചാരങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തി കൊണ്ട് ഒരാൾക്ക് ദ്രോഹമായിട്ടോ എന്തെങ്കിലും പാപമായിട്ടോ പ്രവർത്തിക്കുന്നവന് അല്ലെ, അങ്ങനെയൊക്കെ. അതായത് അത് മാത്രമല്ല, ഭഗവാൻ പറഞ്ഞ പോലെ ഭഗവത്ഗീത പറയും, യജ്ഞശിഷ്ടാശിന സന്തോ മുച്യന്തേ സർവകിൽബിഷൈഹി ഭുഞ്ജതേ തേ ത്വഖം പാപ യേ പചന്ത്യാത്മകാരണ. യജ്ഞശേഷമാണ് അവൻ ഭുജിക്കുന്നത്. അതായത് യജ്ഞശിഷ്ടാശിന സന്തോ, യജ്ഞശേഷം ഭുജിക്കുന്ന സജ്ജനങ്ങൾ അല്ലെ, മുച്യന്തേ സർവകിൽബിഷൈഹി, എല്ലാ പാപങ്ങളിൽ നിന്നും അവൻ മോചിപ്പിക്കപ്പെടുന്നു. ഭുഞ്ജതേ തേ ത്വഖം പാപ, പാപത്തെ ഭുജിക്കുന്നവൻ ആരാണ്? ഏ പചന്ത്യ ആത്മകാരണ, എനിക്കുണ്ടാക്കണം, എന്റെ ആളുകൾക്ക് ഉണ്ടാക്കണം, എന്റെ മകൻ ഉണ്ടാക്കണം, എന്റെ കുടുംബം പുലർത്താൻ വേണ്ടി ഞാനത് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അവനവന് മാത്രം സമ്പാദിക്കുന്നവൻ,
യോ ഭുങ്ക്തേ സ്തേന ഏവ സഹ എന്ന് ഭഗവാൻ പറയും. അങ്ങനെ ഭക്ഷണം കഴിക്കുന്നവൻ അവൻ കള്ളനാണ് എന്നാണ്. ഭുഞ്ജതേ തേ ത്വഥം പാപ യേ പചന്തി ആത്മകാരണം. അവനവന് വേണ്ടി മാത്രം ഭക്ഷിക്കുകയും ഉണ്ടാക്കുകയും ചെയ്യുന്നവൻ എന്ത് ചെയ്യുന്നു? പാപത്തെ ഭുജിക്കുന്നു. പക്ഷേ ആത്മാനന്ദമായിട്ട് വർത്തിക്കുന്നവന് സ്വന്തമായിട്ട് കർമ്മമില്ല, അവൻ്റെതായിട്ട് അവനൊന്നുമില്ല. അവൻ എന്തുകൊണ്ട് കർമ്മം ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ കർമ്മം ചെയ്യുന്നുണ്ടാവാം, അല്ലെ? ശ്രീകൃഷ്ണനൊക്കെ കർമ്മം ചെയ്യുന്നില്ലേ? ഭഗവാൻ തന്നെ പറയുന്നു, എന്താണ്, എനിക്ക് എന്താണ്, ഈ ലോകത്ത് എനിക്ക് ചെയ്യാനായിട്ട് ഒരു കർമ്മവുമില്ല അർജുന, അല്ലെ? എന്താണ് കാരണം? എന്താ? എനിക്ക് നേടാനായിട്ടൊന്നുമില്ല. ഭഗവാൻ ഭഗവത്ഗീതയില് ശ്ലോകം ഞാൻ പെട്ടെന്ന് മനസ്സിൽ വരുന്നില്ല. എന്താണ്? നാസ്തി എന്താണ്, ത്രിലോകേബി എനിക്ക് ചെയ്യാൻ ഒരു കർമ്മവുമില്ല എന്ന് പറയുന്ന ശ്ലോകമുണ്ട് ഭഗവത്ഗീതയിൽ. അതായത് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. ഭഗവാൻ ഞാൻ എന്തിനാണ് കർമ്മം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ഈ ലോകത്ത് മഹാത്മാക്കൾ ചെയ്യുന്നത് കണ്ടിട്ടാണ് ഈ ലോകം അതിനെ ലോകസ്ഥത അനുവർത്തത എന്നാണ്. അപ്പൊ ലോകം അതിനെയാണ് അനുവർത്തിക്കുന്നത്. അപ്പൊ എനിക്ക് ചെയ്യാനുള്ള കർമ്മങ്ങൾ ഞാൻ ചെയ്തില്ല, ഞാൻ ഇങ്ങനെ ഒരു കർമ്മം ചെയ്യാതിരിക്കുകയാണെങ്കിൽ ലോകം എന്ത് ചെയ്യും? എന്നെ കണ്ടു പഠിക്കുക. കണ്ടില്ലേ, ആ കൃഷ്ണൻ മഹാനായ ഈശ്വരനാണ്, അയാൾ ഒരു കർമ്മവും ചെയ്യുന്നില്ല എന്ന് പറയില്ലേ? അപ്പൊ അതുകൊണ്ട് ലോകത്തിന് മാർഗം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ കർമ്മം ചെയ്യുന്നത് എന്ന് പറയും. അതായത് ഈശ്വരനായിട്ട് ജീവിക്കുന്നവന്റെ കർമ്മത്തിന്റെ ഒരു അർത്ഥം അതാണ്. ഈ ശരീരവും എടുത്ത് അവൻ ഈ ലോകത്തേക്ക് വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഈ ശരീരത്തിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർമ്മങ്ങൾ ഈശ്വരാർപ്പണമായിട്ട് ചെയ്തിട്ട് ഒടുക്കാൻ വേണ്ടിയാണ്. അപ്പൊ അതോടുകൂടി അവൻ എന്ത് ചെയ്യും? ആ ഈശ്വരാർപ്പണമായിട്ട് കർമ്മം അനുഷ്ഠിക്കുന്നവൻ ഞാനായിട്ടല്ല അവന്റെ കർമ്മം ചെയ്യുന്നത്. നേരെ മറിച്ച് ഈശ്വരൻ ആ ശരീരത്തിൽ നിക്ഷേപിച്ചിരിക്കുന്ന കർമ്മങ്ങളെ അവൻ അനിതര സാധാരണമായ വൈഭവത്തോടുകൂടി ഈ ലോകത്ത് ചെയ്തു തീർക്കുന്നു. ഭഗവത്ഗീതയിലെ കർമ്മയോഗം വളരെ വ്യക്തമായിട്ട് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. പ്രകൃതിയിലുള്ള എല്ലാ ചരാചരങ്ങളെ എടുത്തു നോക്കൂ. ഭഗവത്ഗീത പറയുന്നുണ്ട്, പ്രകൃതിയിലുള്ള ചരാചരങ്ങളെ എടുത്തു നോക്കി അതൊക്കെ കർമ്മം ചെയ്യുന്നു. ആരുടെയെങ്കിലും നിന്ദയോ പ്രശംസയോ ആഗ്രഹിച്ചുകൊണ്ടല്ല ഈ പ്രകൃതിയിലുള്ള സൂര്യൻ ഉദിക്കുന്നത്, അല്ലെങ്കിൽ സസ്യങ്ങൾ വിടർന്നു നിൽക്കുന്നത്, അല്ലെങ്കിൽ ഓരോ ജീവികളും അവരുടെ കർമ്മങ്ങൾ ചെയ്യുന്നത് ആരുടെയെങ്കിലും നിന്ദയോ പ്രശംസയോ പ്രതീക്ഷിച്ചുകൊണ്ടല്ല. പക്ഷെ മനുഷ്യൻ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ഈ നിന്ദയ്ക്കും പ്രശംസയ്ക്കും വേണ്ടി മാത്രം കർമ്മങ്ങൾ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നു. നേരെ മറിച്ച് അവനവന്റേതായിട്ട് ഒന്നും മനസ്സിലാക്കാത്തവൻ, അതായത് എന്റേത് എന്ന ഭാവത്തോടുകൂടി അല്ലാതെ കർമ്മം ചെയ്യുന്നവനെ സംബന്ധിച്ച് അവൻ കർമ്മം ചെയ്യുന്ന എന്തിനു വേണ്ടിയാണ്? ഈ ശരീരത്തിൽ നിക്ഷിപ്തമായിരിക്കുന്ന അവന്റെ ഡ്യൂട്ടി മുഴുവൻ അവൻ ചെയ്തു തീർക്കുന്നു എന്നുള്ള ഒരു ഭാവത്തോടു കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കർമ്മം ചെയ്യുന്നവൻ എന്തില്ല? ന പുണ്യം ന പാപം, അവന് ന സൗഖ്യം ന ദുഃഖം, അവന് സുഖമില്ല, അവന് ദുഃഖമില്ല. ന മന്ത്രോ ന തീർത്ഥം, അവന് മന്ത്രങ്ങളില്ല, തീർത്ഥത്തിൽ പോയി കുളിക്കേണ്ടതില്ല. അത് ഏതെങ്കിലും തീർത്ഥത്തിൽ സഞ്ചരിച്ചുകൊണ്ട് തീർത്ഥമോ വേദമോ യജ്ഞമോ ഇതൊന്നും അവൻ ആവശ്യമില്ല. അതായത് ഏതെങ്കിലും തീർത്ഥയാത്ര നടത്തി അവിടെ പോയി ആ പുണ്യതീർത്ഥത്തിൽ കുളിക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും മന്ത്രത്തെ ഇങ്ങനെ ഉപാസന ചെയ്യേണ്ട ആവശ്യമില്ല. യജ്ഞം ഇതൊന്നും അവന് ബാധകമല്ല. അതായത് അറിവ്, അറിയുന്നവൻ, അറിയപ്പെടുന്ന വസ്തു, ഇതൊന്നും, അതായത് ഭോജനം, ഭോജ്യം, നൈവ ഭോക്ത, അതായത് ഈ മൂന്ന് സാധനങ്ങൾ, അതായത് അറിവ്, അറിയുന്നവൻ, അറിയപ്പെടുന്ന വസ്തു, അതാണ് ഈ ഭോജനം, ഭോജ്യം, ഭോക്ത എന്നുള്ളത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഈ മൂന്ന് സാധനങ്ങൾ, ഇതൊന്നുമല്ല ഞാൻ, മറിച്ച് ഞാൻ ആരാണ്? ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന ആത്മസ്വരൂപമാണ് ഞാൻ. അപ്പൊ യജ്ഞമോ പുണ്യപാപങ്ങളോ സുഖദുഃഖങ്ങളോ അല്ലെങ്കിൽ വേദമോ മന്ത്രമോ ഇതൊന്നും എനിക്ക് ബാധിക്കുന്ന വിഷയങ്ങളല്ല. കാരണം എന്താണ്? ഞാൻ ആത്മാനന്ദമാണ്. ഞാൻ ആത്മാനന്ദമായിട്ട് നിലനിൽക്കുന്ന ഒരു ആനന്ദ സ്വരൂപമാണ് ഞാൻ. അതുകൊണ്ട് ഇതൊന്നും എനിക്ക് ബാധകമല്ല. അതുപോലെ ഇനി അടുത്ത ശ്ലോകം എന്താണ്? ന മൃത്യുർന ശങ്ക ന മേ ജാതി ഭേദഃ പിതാ നൈവ മേ നൈവ മാതാ ന ജന്മ ന ബന്ധുർന മിത്രം ഗുരുർനൈവ ശിഷ്യ ചിദാനന്ദരൂപഃ ശിവോഹം ശിവോഹം. എനിക്ക് മരണമില്ല, എനിക്ക്
ശങ്കയില്ല, ഭയാശങ്കകളൊന്നും എനിക്കില്ല. എനിക്ക് ജാതിഭേദങ്ങളില്ല, എനിക്ക് അച്ഛനില്ല, എനിക്ക് അമ്മയില്ല, എനിക്ക് ജന്മമില്ല, എനിക്ക് ബന്ധുക്കളില്ല, എനിക്ക് മിത്രങ്ങളില്ല, ഗുരുവില്ല, ശിഷ്യനില്ല. അതായത് ഇതൊക്കെ ഒരു എന്ത് അവസ്ഥാവിശേഷമാണ് എന്ന് ചോദിച്ചാൽ, എനിക്ക് മരണമില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതായത് നൈനം ഛിന്ദന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകഃ നചൈനം ക്ലേദയന്ത്യാപോ ന ശോഷയതി മാരുതഃ. അല്ലെ? അച്ഛേദ്യോയം അദാഹ്യോയം അക്ലേദ്യോ ശോഷ്യയേവ ച. ഭഗവത്ഗീത പറയും, നിത്യസർവഗതസ്ഥാണുരചലോയം സനാതനഃ. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, നമ്മുടെ ഈ ശരീരം കുഞ്ഞായിട്ട് യൗവനാവസ്ഥയിലേക്ക് പ്രവേശിക്കും. അതായത് കുഞ്ഞ് എന്ന അവസ്ഥ മരിച്ചുകൊണ്ടാണ് യൗവനത്തിലേക്ക് പ്രവേശിക്കുന്നത്. യൗവനം മരിച്ചുകൊണ്ടാണ് വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. പക്ഷെ മരണം എന്ന ശബ്ദം കൊണ്ട് നമ്മൾ ഇതിനെ രേഖപ്പെടുത്താറില്ല എങ്കിൽ കൂടി ശരിക്കും നടക്കുന്നത് എന്താണ്? മരണം തന്നെയാണ്. നമുക്ക് അങ്ങോട്ട് തിരിച്ചു പോകാൻ പറ്റുമോ? ഇനി എനിക്കൊരു കുഞ്ഞു കുട്ടിയായിട്ട് അമ്മയുടെ മുല കുടിക്കുന്ന അവസ്ഥയിലേക്ക് നീങ്ങാൻ പറ്റണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും എനിക്കത് സാധ്യമല്ല. അതായത് ആ ശൈശവം എന്ന് പറയുന്ന അവസ്ഥ മരിച്ചിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ വാർദ്ധക്യത്തിൽ എത്തുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾ വാർദ്ധക്യം എന്ന അവസ്ഥ ഇതേപോലെ അതിക്രമിച്ചുകൊണ്ട് അയാള് അടുത്ത ശരീരത്തിലേക്ക് കടന്നു പോവുക മാത്രമാണ് ചെയ്യുന്നത് എന്ന് ഗീത പറയും. ഗീത മാത്രമല്ല, എല്ലാ ഗ്രന്ഥങ്ങളും. അതായത് എങ്ങനെയാണോ ഒരു നമ്മുടെ വസ്ത്രം മാറ്റുന്നത്, അല്ലെ? വസ്ത്രം എങ്ങനെയാണോ ജീർണദേഹങ്ങൾ അവണ്ണം ഉപേക്ഷിച്ചു വാസാംസി ജീർണാനി യഥാവിഹായ. അത് തന്നെ, അതാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. വാസാംസി ജീർണാനി യഥാവിഹായ നവാനി ഗൃഹാതി നരോപരാണി തഥാ ശരീരാണി ഗൃഹായ ദേഹി ശരീരാണി വിഹായ ദേഹി വിഹായ ജീർണാനി അന്യാനി ഗൃഹാതി നവാനി ദേഹി എന്ന് തോന്നുന്നു. എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല. എന്തായാലും സംഗതി ഇത്രയേ ഉള്ളൂ. എങ്ങനെയാണോ നമ്മൾ ഒരു ഡ്രസ്സ് അഴിച്ചു വെച്ച് മറ്റൊരു ഡ്രസ്സ് എടുത്തിടുന്നത്, അതുപോലെ ഈ ആത്മസ്വരൂപം ഈ ശരീരമാകുന്ന ഡ്രസ്സിനെ അഴിച്ചുകൊണ്ട് അടുത്ത ഡ്രസ്സിലേക്ക് കയറുക മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് എന്തില്ല? മരണമില്ല. അതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. മരണമില്ല എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ വാർദ്ധക്യത്തിൽ, അതായത് എങ്ങനെയാണോ കുഞ്ഞായിട്ട് അമ്മയുടെ മുല കുടിച്ചിരുന്ന അതേ ഞാനാണ് വാർദ്ധക്യത്തിൽ എത്തിയിരിക്കുന്ന ഞാൻ എന്നുള്ള ബോധം നമുക്കുണ്ട്. പക്ഷെ ശരീരത്തിൽ എന്ത് സംഭവിച്ചിരിക്കുന്നു? അടിമുടി മാറ്റം സംഭവിച്ചിരിക്കുന്നു, അല്ലെ? ശരീരം ചെറുപ്പത്തിലുള്ള ശരീരമേ അല്ല. അതുപോലെ പല ആളുകളുടെയും വൃക്കയും ഹൃദയവും ഒക്കെ മാറ്റി വെക്കുന്നില്ലേ? ഇതൊക്കെ മാറ്റി വെച്ചാലും എന്ത് സംഭവിക്കുന്നുണ്ട്? ഞാൻ എന്നുള്ള വസ്തു അത് ഞാൻ തന്നെയാണ് എന്ന അനുഭവത്തിന് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? അതുകൊണ്ട് ആ മാറ്റം ഇല്ലാത്തത് കൊണ്ട് തന്നെ ആത്മവസ്തു എന്ന് പറയുന്നത് ഈ നശിച്ചു പോകുന്ന ഈ സാധനങ്ങളൊന്നും അല്ല. അതുകൊണ്ട് എനിക്ക് എന്തില്ല? മൃത്യുവില്ല. അതുകൊണ്ട് ഞാൻ അടുത്ത ശരീരത്തിലേക്ക് ഈ ലോകത്ത് ഗതാസൂൻ അഗതാസൂൻശ്ച നാനുശോചന്തി പണ്ഡിതാ. ഭഗവത്ഗീത വളരെ വിശദമായിട്ട് ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെയല്ല നമേ ജാതി ഭേദ. നമ്മളെ ഹസ്താവലകൻ പറഞ്ഞ പോലെ എന്താണ്? ന ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രാഹ. ഞാൻ ബ്രാഹ്മണനല്ല, ഞാൻ ക്ഷത്രിയനല്ല, ഞാൻ വൈശ്യനല്ല, ഞാൻ ശൂദ്രനല്ല. കാരണം എന്താ? ഇതൊക്കെ ശരീരത്തിന്റെ പേര്. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നൊക്കെ പറയുന്നത് ശരീരത്തിന്റെ പേരാണ്. എനിക്കിതൊന്നും ബാധകമല്ല. പിന്നെ പിതാ നൈവമേ നൈവ മാതാ. ജന്മമുണ്ടെങ്കിലല്ലേ അച്ഛനും അമ്മയും ഉള്ളൂ. ജന്മമില്ലാത്ത എനിക്ക്, അതായത് ആത്മസ്വരൂപമായിട്ട് വർത്തിക്കുന്ന എനിക്ക് അച്ഛനും അമ്മയും എവിടെയാണ്? അല്ലെ? മിത്രം, അല്ലെ? ബന്ധുർ മിത്രം. എനിക്ക് ബന്ധുക്കളായിട്ട് ആരുമില്ല. എന്റേത് എന്ന് പറയുന്ന ഒരു സാധനം ഇവിടെ ഇല്ല. അത് കാരണം ഞാൻ തന്നെയാണ് എല്ലാം. ഞാനായിട്ട് എല്ലാറ്റിലും പടർന്നിരിക്കുന്ന ആത്മവസ്തു ഞാനായിട്ടിരിക്കുമ്പോൾ, എന്നിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു എൻറ്റിറ്റി ഇല്ലാതിരിക്കുമ്പോൾ, മറ്റൊരു സംഗതി ഇല്ലാതിരിക്കുമ്പോൾ ഞാൻ എന്ന് പറയുന്ന അവസ്ഥയുടെ ആവശ്യം അവിടെ വരുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ബന്ധുവായിട്ട്, എനിക്ക് എന്റേതായിട്ട് വർത്തിക്കേണ്ട ഒരു സാധനമില്ല. അതുകൊണ്ട് എനിക്ക് ആരില്ല? ന ബന്ധുഹു ന മിത്രം ഗുരുഹു നൈവ ശിഷ്യ. കാരണം എന്താ? ഗുരുവും ശിഷ്യനും ഒക്കെ എന്താണ്? നമ്മുടെ ദക്ഷിണാമൂർത്തി പറയുന്ന പോലെ, ഗുരോസ്തു മൗനം വ്യാഖ്യാനം ശിഷ്യാസ്തു ഛിന്ന സംശയ. ഇംബാലൻസ് വരുമ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്തെങ്കിലും പ്രവഹിക്കാനുള്ളത്. ഇത് ഒന്നേ ഉള്ളൂ.
വസ്തു എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ അല്ലേ? കാരണം എന്താ, അയാൾക്ക് എന്താ വിശേഷം? ഘം വായും അഗ്നിയും സലിലം മഹീം ച, എന്താണ് ജ്യോതിംഷി വൃക്ഷ, എന്താണ് ദിശോ ദ്രുമാദീം, എന്താ കുറെ അതിന്റെ ഇടയ്ക്ക് കുറെ സാധനങ്ങളുണ്ട്. ഘം എന്ന് പറഞ്ഞ ആകാശം, വായും അഗ്നിയും സലിലം മഹീം ച, എന്തോ സമുദ്രവും, ഈ സാധനങ്ങളെയൊക്കെ ഹരേ ശരീരം ആയിട്ടാണ് കാണുന്നത്. ഞാൻ തന്നെയാണ് ഇത് മുഴുവൻ എന്ന് അയാൾ മനസ്സിലാക്കുന്നു. അതായത് എനിക്ക് എന്ത് വന്നിരിക്കുന്നു? വ്യാപനം വന്നിരിക്കുന്നു. ഞാൻ എന്ന് പറയുന്ന വസ്തുവിന് അയാൾക്ക് ഈ ലോകത്തുള്ള സകല വസ്തുക്കളിലും അയാൾക്ക് കാണാൻ സാധിക്കുന്നത് ഒരേ ഒരു ആത്മാംശത്തെയാണ്. അങ്ങനെയുള്ള ആൾക്ക് ബന്ധുവോ ശത്രുവോ മിത്രമോ ഗുരുവോ ശിഷ്യനോ ഇതൊന്നുമില്ല. അയാൾ ആരാണ്? ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ഞാൻ, എനിക്ക് മരണമില്ല, എനിക്ക് ശങ്കയില്ല, എനിക്ക് ജാതിഭേദങ്ങളില്ല, എനിക്ക് അച്ഛനില്ല, എനിക്ക് അമ്മയില്ല, എനിക്ക് ബന്ധുവില്ല, എനിക്ക് മിത്രങ്ങളില്ല, എനിക്ക് ഗുരുവില്ല, എനിക്ക് ശിഷ്യനില്ല. അതുകൊണ്ട് ചിദാനന്ദ സ്വരൂപനായ ശിവനാണ് ഞാൻ എന്നാണ്. ഏറ്റവും അവസാനമായിട്ട് ഞാൻ എന്ന് പറയുന്ന ആത്മസ്വരൂപത്തെ വിശദീകരിച്ചുകൊണ്ട് ഈ കൃതി പറയുന്നു. അഹം നിർവികൽപോ നിരാകാരൂപോ വിഭുത്വാച്ച സർവേന്ദ്രിയാണാം ന ചാസംഗതം മൂർത്തിർനമേയ ചിദാനന്ദരൂപഃ ശിവോഹം ശിവോഹം. അതായത് ചിദാനന്ദ സ്വരൂപനായ ശിവനാണ് ഞാൻ. ഞാൻ വികല്പമില്ലാത്തവനാണ്, അതായത് മാറ്റം എനിക്കില്ല. ഞാൻ നിർവികൽപ്പനാണ്, ഞാൻ നിരാകാരനാണ്, ആകൃതിയില്ലാത്തവനാണ്. സർവവ്യാപിയായിട്ടുള്ളവൻ എന്താ ആകൃതി? അതായത് എന്തിലാണോ ഈ ബോധം കയറി ചെല്ലുന്നത് അത് അദ്ദേഹത്തിന്റെ ആകൃതി. അപ്പൊ സർവവ്യാപിയായ എല്ലായിടത്തും ഉള്ളവന് ആകൃതി എന്ത്? എല്ലാ ഇന്ദ്രിയങ്ങളുടെ പിറകിലും ആരുണ്ട്? വിഭുത്വാച്ച സർവത്ര സർവേന്ദ്രിയാണാം. നേരത്തെ പറഞ്ഞ പോലെ ഒരു കുടത്തിനുള്ളിൽ വിളക്ക് കത്തിച്ച് ആ കുടത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ ശരീരമാണ്. ഈ ശരീരത്തിനുള്ളിലുള്ള ആത്മസ്വരൂപമാണ് ഇതിന്റെ പുറത്തേക്ക് തുറക്കുന്ന എല്ലാ ദ്വാരങ്ങളെയും പ്രകാശിപ്പിക്കുന്നത്. അതായത് ഇന്ദ്രിയങ്ങളാകുന്ന ദ്വാരങ്ങളുടെ വിഭു ആരാണ്? എല്ലാ ഇന്ദ്രിയങ്ങളുടെ പിറകിലും ആരുണ്ട്? ഞാനുണ്ട്. പക്ഷേ ഒന്നിനോടും എനിക്ക് ബന്ധമില്ല, ഒന്നിൽ നിന്നും മുക്തിയുമില്ല, അല്ലെ? നോട്ട് ഫ്രീഡ് ഫ്രം എനിത്തിങ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ചിദാനന്ദ സ്വരൂപനായ ശിവനാണ് ഞാൻ. നേരത്തെ പറഞ്ഞ പോലെ അർക്കാനലാദിവളി ഒക്കെ ഗ്രഹിക്കും ഒരു കണ്ണിന് കണ്ണ്, മനമാകുന്ന കണ്ണ്, അതിന് കണ്ണായിരുന്ന പൊരുൾ. ചുരുക്കി പറഞ്ഞാൽ ഞാൻ എന്ന് പറയുന്ന ആത്മവസ്തു, ബോധം, അതിന്റെ അനുഭവമാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ദിവസവും സുഖദുഃഖാദികളായിട്ടുള്ള വിവിധങ്ങളായ അനുഭവങ്ങളിലൂടെയാണ് ഓരോ മനുഷ്യനും കടന്നു പോകുന്നത് എന്നെനിക്ക് വളരെയധികം, അതായത് പവർഫുൾ ആയിട്ടുള്ള പൈശാചികമായിട്ടുള്ള ഒട്ടേറെ നെഗറ്റീവ് പ്രവണതകൾ ഓരോ മനുഷ്യന്റെയും, പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള പ്രവണതകൾ മനുഷ്യന്റെ ഉള്ളിലുണ്ട്. പക്ഷേ ഉള്ളിലുള്ള ദൈവീകമായ സേന ഈ വളരെ വികാരങ്ങൾ വളരെ വീക്കാവുകയും പലപ്പോഴും അതിന് കാരണമായിട്ടുള്ള അന്തഃകരണാദികളായിട്ട് നാം നമ്മൾ മനസ്സിലാക്കുകയും അത് കാരണം ചില സമയങ്ങളിൽ ഇന്ദ്രിയങ്ങൾക്ക് സന്തോഷമുണ്ടാകുമ്പോൾ നമ്മൾ സന്തോഷം അനുഭവിക്കുകയും ദുഃഖമുണ്ടാകുമ്പോൾ നമ്മൾ ദുഃഖം അനുഭവിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ എല്ലാ ആധ്യാത്മിക പദ്ധതികളും നമ്മളോട് പറയുന്നത് നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ പ്രശ്നങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നു. അതുകൊണ്ട് അന്തഃകരണമാണ് പ്രോബ്ലം മേക്കർ. അതുകൊണ്ട് ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്താലേ ശരിയാവൂ എന്ന് കരുതി പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി നമ്മൾ അതിനോട് അറ്റാച്ച്മെന്റോടെയാണ് ഓരോ പ്രവൃത്തിയും ഇവിടെ ചെയ്യുന്നത്. ശരിക്കു പറഞ്ഞാൽ പെർഫെക്ഷൻ എന്ന് പറയുന്ന അടങ്ങിയിരിക്കുന്നത് അതിന്റെ ഫലത്തിലല്ല, മറിച്ച് അത് ചെയ്യുന്ന ആളിലാണ്. അപ്പൊ അതുകൊണ്ട് അത് എപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ വൈരാഗ്യമുണ്ടാകുമ്പോഴാണ്, മോക്ഷത്തിലുള്ള ഒരു ആഗ്രഹം ഉടലെടുക്കുമ്പോൾ, ഭഗവാനെ കാണാനുള്ള ഒരു വെമ്പൽ ഉണ്ടാകുമ്പോൾ, അവിടെയാണ്
പെർഫെക്ഷനിലേക്കുള്ള വഴി തുറക്കുന്നത്. അതുകൊണ്ടാണ് ഈ പെർഫെക്ഷൻ സമ്പാദിക്കാനുള്ള വ്യത്യസ്തമായ ആരാധനാ പദ്ധതികളിലൂടെയൊക്കെ നമ്മള് പോയിക്കൊണ്ടേയിരിക്കുന്നത്. അതായത് ചിത്തസ്യ ശുദ്ധയെ കർമ്മ, നേരത്തെ പറഞ്ഞു, അത് വസ്തുപലബ്ധയെ, കർമ്മം ചെയ്യുന്നത് എന്തിനാണ്? ചിത്തശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മളുടെ ഉള്ളിലുള്ള ഈശ്വരനെ മനസ്സിലാക്കാൻ വേണ്ടി ഈ സ്തോത്രം വായിക്കുമ്പോൾ തന്നെ നമ്മൾ അതിന്റെ കൂടെ എന്ത് ചെയ്യാൻ പറ്റും? അതായത് ഇദ്ദേഹത്തെ പറയുന്നത് പോലെ നോ തിരിയഞ്ചം ന മർത്യം നചസുരമസുരം ന സ്ത്രിയം നോ പുമാംസം ന ദ്രവ്യം കർമ്മജാതി ഗുണമപി സദസദ്വാപി തേ രൂപമാഹു ശിഷ്ടം യസ്യാം നിഷേധേ സതി നിഗമശതൈർലക്ഷണാവൃത്തിതസ്തം കൃച്ഛ്രേണാവേദ്യമാനം പരമസുഖമയം ഭാതി തസ്മൈ നമസ്തേ എന്ന് പറയും. അതായത് നോ തിര്യഞ്ചം, പക്ഷി മൃഗാദികളാണോ ഭഗവാൻ എന്ന് പറയുന്നത്? അല്ല. നോ തിര്യഞ്ചം ന മർത്യം, മനുഷ്യനാണോ ഭഗവത് സ്വരൂപം? ന മർത്യം നച സുരം, ദേവനാണോ? നച സുരം അസുരം, അസുരനാണോ? ന സ്ത്രീയം, സ്ത്രീയാണോ? നോ പുമാംസം, പുരുഷനാണോ? ന ദ്രവ്യം, ഈ ലോകത്ത് കാണുന്ന ദ്രവ്യങ്ങളാണോ? കർമ്മമാണോ? ജാതിയാണോ? ന ദ്രവ്യം കർമ്മജാതി ഗുണമപി, ഗുണങ്ങളാണോ? സദസദ്വാപി തേ രൂപമാഹു, സത്തും അസത്തുമായ എന്തെങ്കിലുമാണോ അങ്ങയുടെ സ്വരൂപം? ഇതിനെയൊക്കെ, അതായത് നമ്മൾ മനസ്സിലാക്കുന്ന ഈ സാധനങ്ങളെയൊക്കെ അങ്ങോട്ട് നിഷേധിച്ചാൽ, ശിഷ്ടം യസ്യാൻ നിഷേധേ സതി നിഗമശതൈർലക്ഷണാവൃത്തിതസ്തം, ഒരു 10,000 വേദവാക്യങ്ങളെ കൊണ്ട് തത്വമസി, അഹം ബ്രഹ്മാസ്മി, പ്രജ്ഞാനം ബ്രഹ്മ, അയമാത്മാ ബ്രഹ്മ ഇത്യാദികളായിട്ടുള്ള വ്യത്യസ്തമായ വൈദിക വാക്യങ്ങളെ കൊണ്ട് ശിഷ്ടം യസ്യാൻ നിഷേധേ സതി നിഗമശതൈർലക്ഷണാവൃത്തിതസ്തം കൃച്ഛ്രേണാവേദ്യമാനം, വളരെ പണിപ്പെട്ട് മാത്രം മനസ്സിലാക്കാൻ സാധിക്കുന്ന പരമസുഖമയം ഭാതി, പരമാനന്ദ സ്വരൂപമായിട്ട് വിളങ്ങുന്ന അങ്ങേക്ക് എന്റെ തസ്മൈ നമസ്തേ, അങ്ങേക്ക് എന്റെ നമസ്കാരം. ഇത് അനുഭവിക്കുന്ന ഒരു യോഗിയുടെ അവസ്ഥാവിശേഷത്തെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതിൽ വെച്ച്, ഒരുപാട് ആളുകൾ പലതരത്തിൽ പറയുന്നുണ്ട് ഒക്കെ ഉണ്ട്, പക്ഷെ മലയാള ഭാഷയിൽ ഈ സാധനത്തെ ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഓട്ടൂരാണ്. അദ്ദേഹത്തിന്റെ മനോഹരമായിട്ടുള്ള ഒരു സന്യാസം വെടിഞ്ഞു എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്. അതിനകത്ത് എന്താണ്? വിശ്വത്തെയും വിഷ്ണു ശരീരമായി ദർശിക്കുവാൻ പറ്റിയവർക്കു പിന്നെ സന്യാസമെന്നുള്ളതു വേണ്ടിന്, എന്താണ് അവർക്കുള്ളതു സന്യസിക്കാൻ? വിരക്തി തോന്നാൻ വിഷയങ്ങൾ വേണ്ടേ, പരിത്യജിക്കാൻ ഭുവനങ്ങൾ വേണ്ടേ, സർവത്ര ഗോവിന്ദ വിഭൂതി കാണും ഭക്തനതെല്ലാം എവിടുന്ന് കിട്ടും? സന്യാസവും വേണ്ട, വിരക്തി വേണ്ട, കാട്ടിൽ കരേറേണ്ട, ഗൃഹം വിടേണ്ട, എല്ലായിടത്തും ഭഗവത് സ്വരൂപമല്ല കാൺമതില്ല. മായാസ്വരൂപൻ തിര താഴ്ത്തിടുന്നു, മായാൻ തുടങ്ങുന്നു ജഗത്തശേഷം, ദിഗന്ധമെല്ലാം ഒരു നീലിമാവ് പടർന്നു വാക്യാൻ തുടരുന്നു മന്ദം. തമാല പുഷ്പം വിരിയുന്നതല്ല, പയോദജാലം പൊഴിയുന്നതല്ല, പയോദവർണ്ണന്റെ ശരീരകാന്തി കലർന്നിടും കാഴ്ച ഇതക്ഷിരമ്യം. ഇതെന്തൊരത്യദ്ഭുത കാന്തിപൂരം, മദംഗവും ശ്യാമളമാക്കിടുന്നു, മനസ്സിലേക്കും പകരുന്നു, സർവഹൃഷീകവും വന്നു തലോടിടുന്നു. ലാവണ്യ സമ്പത്തൊഴുകുന്നതാണോ, കാരുണ്യപൂരം പ്രവഹിക്കയാണോ, ആനന്ദ പീയൂഷമൊഴിക്കയാണോ, നിർവാണ മാർഗങ്ങൾ തുറക്കയാണോ? പുണ്യത്തിനേക്കാളിതു പുണ്യമത്രേ,
രമ്യത്തിനേക്കാളിതു രമ്യമത്രേ, ഹൃദ്യത്തിനേക്കാളിതു ഹൃദ്യമത്രേ, ചിത്രത്തിനേക്കാൾ ഇതു ചിത്രമത്രേ. പഞ്ചാരയിൽ കയ്പു തുടങ്ങിടുന്നു. ഇത് അനുഭവിക്കുന്നതിന്റെ അവസ്ഥാവിശേഷമാണ്. ലോകത്ത് നമുക്ക് എന്താണ് ഏറ്റവും മാധുര്യമുള്ളതായിട്ട് തോന്നുന്നത്? അത് പഞ്ചസാരയാണെങ്കിൽ അതിനകത്ത് അത് കയ്പായിട്ട് അനുഭവപ്പെടും. കാരണം അതിനേക്കാളും മനോഹരമായ ഒരു മാധുര്യം അയാളുടെ അന്ധകരണത്തിൽ വർത്തിക്കുന്നു, അയാളുടെ ഉള്ളിലുണ്ട്. ആ ഉള്ളിലുള്ള ആനന്ദത്തെ പഞ്ചാരയിൽ കയ്പു തുടങ്ങിടുന്നു, പൂന്തിങ്കളിൽ കൂരിരുൾ കേറിടുന്നു, കന്ദർപ്പനിൽ ദർപ്പമൊഴിഞ്ഞിടുന്നു, ദിവ്യലാവണ്യ വിലാസവായ്പിൽ പൂന്തേൻ കുഴമ്പൊത്തു വിലോചനത്തിലെന്തോ നിരായാസരസം വളർത്തി, വിച്ഛിത്തി കൂടാതൊഴുകുന്ന നീലജ്യോത്സ്നാപ്രവാഹത്തിൽ ഒളിച്ചു വിശ്വം. അകത്തുമെന്നല്ല പുറത്തും എല്ലായിടത്തും അസുന്ദര ദീപ്തി മാത്രം നിറഞ്ഞു വന്ന അന്യപദാർത്ഥമെല്ലാം മറഞ്ഞു കാണാൻ കഴിയാതെയായി. നോക്കിയാൽ നോക്കിയ ദിക്കിലൊക്കെ നാരായണൻ തൻ ഇരുമേനി മാത്രം കാണുന്നു. മറ്റുള്ള പദാർത്ഥജാതം ഇത്ര ക്ഷണം പോയി മറഞ്ഞതെങ്ങോ. മണ്ണില്ല, വിണ്ണില്ല, ശശാങ്കനില്ല, കുന്നില്ല, കുണ്ടില്ല, ഗൃഹങ്ങളില്ല, എല്ലാം ചിദാനന്ദ ഭവാംബുരാശി മുക്കിക്കളഞ്ഞിട്ടു മുടിഞ്ഞു പോയി. ഇങ്ങനെ ഇത് തന്നെയാണ് ഈ പറയുന്നത്. അതായത് ഈ പറയുന്ന നമ്മളുടെ ശരീരത്തിൽ നമ്മളായിട്ട് കാണിക്കുന്ന എല്ലാ വസ്തുക്കളും അവനവനിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു. അവനവനാകുന്ന ആനന്ദത്തിനെ അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാൾക്ക് ഈ ലോകത്ത് തന്റെ ആനന്ദത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ആനന്ദത്തെ മറ്റെവിടെയും കാണാൻ അദ്ദേഹത്തിന് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അയാൾക്ക് ആരോടും ദേഷ്യമോ അനുരാഗമോ ദുഃഖമോ ഈ ലോകത്തിലുള്ള ദുഃഖങ്ങളോ ഇതൊന്നും ആ മനുഷ്യനെ ബാധിക്കുന്നേയില്ല എന്നുള്ളതാണ്. ഈ അനുഭൂതിയിലൂടെ കടന്നു പോകുന്ന ഒരു യോഗിയുടെ അവസ്ഥാവിശേഷത്തെയാണ് ഈ നിർവാണ ഷഡ്കം എന്ന ഈ കൃതി പങ്കുവെച്ചത്. മനോഹരമായ ഈ ഒരു കൃതിയെ, അതായത് നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് വളരെ മനോഹരമായിട്ട് ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ട് ഇതിനെ മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇനി ഒന്നും അറിഞ്ഞുകൂടാത്തവന് വരെ ഹൃദയം പരിശുദ്ധമാകുന്ന ഒരു ആനന്ദത്തെ അത് പ്രദാനം ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുവേണ്ടിയാണ് ആചാര്യസ്വാമികൾ ഇത്രയും മനോഹരമായ ഒരു കൃതി നമുക്ക് നൽകിയിരിക്കുന്നത് എന്നാണ് കരുതുന്നത്. അതുകൊണ്ട് ഇത് എല്ലാവർക്കും മനനം ചെയ്യാനും ഇതുകൊണ്ട് ആനന്ദിക്കാനും ഇത് മനസ്സിലിട്ട് ഇതിനെ വിചാരം ചെയ്ത് വീണ്ടും 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 അവനവന്റെ ആത്മസത്തയുടെ മാധുര്യത്തെ അനുഭവിക്കാനും സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു നമ്മുടെ ഈ ഒരു കൃതിയെ കുറിച്ചുള്ള വിചാരത്തെ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഇതിന് അവസരം തന്നിട്ടുള്ള എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ് നന്ദി മഹോദയ, നന്ദി. വളരെ സന്തോഷം ടീച്ചർ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് 2 മിനിറ്റ്. ഒന്നുമില്ലെന്ന് കരുതുന്നു. ഔദ്യോഗിക നന്ദി പ്രകാശത്തിനായി സ്റ്റേജിൽ പുല്ലൂരിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. താന്ത്രിക വൈദിക പഠന ഗവേഷണ കേന്ദ്രം TVSRCയുടെ ശ്രീശങ്കര ദർശനം എന്ന വെബിനാർ പരമ്പര, നമ്മുടെ വൈശാഖ മാസാചരണത്തിന്റെ ഭാഗമായിട്ട് നടത്തുന്ന ഈ വെബിനാർ പരമ്പരയുടെ ഇന്ന് 22ാമത്തെ ദിവസമായിരുന്നു. ഇന്നത്തെ ഈ സെഷൻ ഇവിടെ സമാപിക്കുകയാണ്. ആദ്യമായിട്ട് ഈ ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യരുടെ നിർവാണ ഷഡ്കം അല്ലെങ്കിൽ ആത്മഷഡ്കം എന്ന ആ മനോഹരമായ ആ കൃതി
അത്യന്തം വളരെ ലളിതമായിട്ട്, വളരെ ഹൃദ്യമായിട്ട് അതിന്റെ ഓരോരോ വരികളുടെയും, നിർവാണ ഷഡ്കത്തിലെ ഓരോ വരികളുടെയും അർത്ഥം വളരെ ലളിതമായി പറഞ്ഞു തന്ന് നമ്മളെ ആ ശിവോഹം എന്ന ആ ഒരു പരമസത്യം, അതിന്റെ അർത്ഥം ഓരോ വരികളിലൂടെയും മനസ്സിലാക്കി തന്ന പ്രഭാഷക ശ്രീ ഡോക്ടർ ജ്യോത്സ്നാജി അവர்களോടുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. TVSRCക്ക് വേണ്ടിയിട്ടും ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടും വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. വളരെ ലളിതമായിട്ട് തന്നെ ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്നു. അതുകൊണ്ട് തന്നെ അത് വളരെ മനോഹരമായിരുന്നു. ഈ ഒരു കൃതി അവസാനം പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും ഒരു എന്താ പറയാ, അദ്വൈത സത്വത്തിന്റെ ആ ഒരു പൊരുള് മനസ്സിലാക്കാൻ വളരെ എളുപ്പമായിരിക്കും. വളരെയധികം സന്തോഷം ടീച്ചർ. അതുപോലെ തന്നെ ഇന്ന് സെഷൻ മനോഹരമായ പ്രാർത്ഥനയോടെ തുടക്കം കുറിച്ച അപർണ മനോജ് കുമാർ, സ്വാഗതം ആശംസിച്ച് മുഖ്യ പ്രഭാഷകയെ പരിചയപ്പെടുത്തിയ TVSRCയുടെ ശ്രീ പ്രകാശ് വിയത്തമൺ, പ്രകാശേട്ടനും അപർണയ്ക്കും പ്രത്യേകം നന്ദി. ഇന്നത്തെ ഈ ചടങ്ങിന് അധ്യക്ഷത വഹിച്ച മനോജ് കുമാർ, TVSRC മനോജേട്ടനും പ്രത്യേകം നന്ദി. ഈ വെബിനാർ പരമ്പര വളരെയധികം വിജയത്തിന് പിന്നിൽ വളരെയധികം പ്രയത്നമുണ്ട്. ഓരോരോ കോർഡിനേറ്റേഴ്സ് ആണ് ഇതിന്റെ ചുമതല. ഓരോ ദിവസങ്ങൾ ഈ 2-3 ദിവസമായിട്ട് ഇതിന്റെ കോർഡിനേഷൻ നിർവഹിക്കുന്നത് ഞങ്ങൾ ബാച്ച് 4ന്റെ മനോജേട്ടനാണ്. മനോജേട്ടന് പ്രത്യേകം നന്ദി. അതുപോലെ തന്നെ ഓരോ ബാച്ചിലെ അംഗങ്ങളും ബാച്ചിലെ കോർഡിനേറ്റേഴ്സുമാണ് ഇതുവരെയുള്ള സെഷൻസും ഇനി വരാൻ പോകുന്ന സെഷൻസും കോർഡിനേറ്റ് ചെയ്യുന്നത്. എല്ലാവർക്കും നന്ദി. അത് വളരെയധികം അധ്വാനവും വളരെയധികം എന്താ പറയാ, പ്ലാനിങ് ചെയ്തിട്ടാണ് എല്ലാവരും ഇത് ഇത്രയും ഭംഗിയായിട്ട് നടത്തുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ പ്രധാനം പഠനം പ്രാർത്ഥനം, അതാണ് നമ്മുടെ ഈ ലക്ഷ്യത്തെ, ആ ഒരു ലക്ഷ്യത്തെ മുൻനിർത്തി ഈ സെഷനിൽ പങ്കെടുത്ത് എല്ലാ ശ്രോതാക്കൾക്കും എല്ലാ പഠിതാക്കൾക്കും വളരെയധികം നന്ദി. നാളെ രാത്രി 8 മണിക്ക് നമ്മുടെ വെബിനാർ പരമ്പരയുടെ അടുത്ത സെഷൻ അത് ധന്യാഷ്ടകമാണ്. അവതരിപ്പിക്കുന്നത് ബ്രഹ്മശ്രീ വൺമണി ഭവദാസൻ നമ്പൂതിരി അവർകളാണ്. എല്ലാവരും നാളെ 8 മണിക്ക് തന്നെ നാളത്തെ സെഷനിലേക്ക് ജോയിൻ ചെയ്യണം. ഈ നമ്മുടെ ഈ അറിവിന്റെ ഈ ഒരു വിജ്ഞാന യാത്ര അത് കണ്ടിന്യൂ ചെയ്യാണ്. എല്ലാവരെയും നാളത്തെ സെഷനിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി, നമസ്കാരം. ഇതിന്റെ റെക്കോർഡിംഗ് കിട്ടുമോ? നമസ്കാരം. പുറകെ വരും. നമസ്കാരം. റെക്കോർഡിംഗ് ഷെയർ ചെയ്യും. താങ്ക് യു. മുഴുവനും കേൾക്കാൻ പറ്റിയില്ല, കുറച്ചു നേരം കേൾക്കാൻ പറ്റിയില്ല. നമസ്തേ, ശുഭരാത്രി. നമസ്തേ, ശുഭരാത്രി. നമസ്കാരം.